അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നതാണ് അല്ലെ. ബനി ഇസ്രായേലിന് ഈജിപ്ഷ്യൻസിന്റെ ഭരണത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസിന്റെ ആ ഒരു അടിമകളായിരുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന പീഡനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ രക്ഷപ്പെടുത്തിയ കാര്യവും ആയത്ത് 49 നമ്മൾ കണ്ടു. ഈ രണ്ട് കാര്യത്തിലും ആ പീഡനത്തിലും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയതിലും അവർക്ക് പരീക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു. മൂസ അലൈഹിസ്ലാം ബനി ഇസ്രായേലിൽ ജനിച്ചതാണെന്ന് നമുക്കറിയാം. ബനി ഇസ്രായേലിൽ ജനിച്ച് കുറെ വർഷങ്ങൾ അവിടെ ജീവിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അള്ളാഹ് ഖുർആനിൽ ഇനി ആ ഒരു ഭാഗം വരുമ്പം കാണാം. ഇവിടെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ബനി ഇസ്രായേലിൽ ആൺമക്കൾ ജനിക്കുമ്പോൾ ഫിറഔൻ കൊല്ലാനുള്ള ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം പണ്ഡിതന്മാർ പറയുന്നത് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഇയേഴ്സിലാണ്. അതായത് ഈ കൊല്ലം കൊല്ലുകയാണെങ്കിൽ അടുത്ത കൊല്ലത്തെ ആൺകുട്ടികളെ വെറുതെ വിടും, അതിനടുത്ത കൊല്ലം വീണ്ടും കൊല്ലും. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരനായ ഹാറൂൻ അലൈഹി ഇസ്ലാം ജനിക്കുന്ന വർഷം കുട്ടികളെ കൊല്ലാത്ത വർഷമാണ്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാം ജനിച്ച സമയത്ത് ഇതുപോലെ കൊല്ലാനുള്ള കൽപ്പനയുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ അടുത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു പെട്ടീനകത്താക്കിയിട്ട് നദിയിൽ ഒഴുക്കാൻ പറയുകയും അങ്ങനെ അത് ഫിറഔന്റെ കൊട്ടാരത്തിലെത്തുകയും ഫിറഔന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ അതെടുക്കുകയും അല്ലെ, അങ്ങനെ പെട്ടിയെടുത്ത് കൊച്ചിനെ വളർത്താൻ വേണ്ടി തീരുമാനിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയൊരു ഹിക്മത്താണ് അല്ലെ. മൂസ അലൈഹി ഇസ്ലാമിന്റെ ശത്രു ആയേക്കാവുന്ന അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനെ കൊല്ലുമായിരുന്ന ഫിറഔനെ കൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ വളർത്തി. അങ്ങനെ വർഷങ്ങളോളം മൂസ അലൈഹി ഇസ്ലാം അവിടെ വളരെ പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഈജിപ്ത് വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വരികയും ഏകദേശം 10 വർഷത്തിന് ശേഷം തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ ഒരു മിഷനുമായിട്ട് വരികയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നബിയായിട്ട് പ്രവാചകനായിട്ട് മൂസ അലൈഹി ഇസ്ലാം വരികയാണ്. ഇത് ഫിറഔന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ബനി ഇസ്രായേലിനല്ലേ, ബനി ഇസ്രായേലിനെ ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള പീഡനങ്ങളും ചെയ്തത്, അവിടെ ആൺമക്കളെ കൊല്ലുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അവരിൽ നിന്നൊരു നബി വരിക എന്ന് പറയുന്നത് ഫിറഔന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മൂസ അലൈഹി ഇസ്ലാം ഫിറഔന്റെ അടുത്ത് കണ്ടിന്യൂസ് ദഅവ ചെയ്യായിരുന്നു. പല രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചു, അവർ തമ്മിൽ പല തർക്കങ്ങൾ ഉണ്ടാവും. അങ്ങനെ കുറെ കാലം വീണ്ടും ഈജിപ്തിൽ മൂസ അലൈഹി ഇസ്ലാം ഫിറഔനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അത് ഒരു ഫലവും ഇല്ലാതെ ഫിറഔൻ വീണ്ടും പീഡനങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രം ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് നീ ബനി ഇസ്രായേലിനെ കൊണ്ട് രക്ഷപ്പെട്ടോ എന്നുള്ള കൽപ്പന വരാണ് അല്ലെ. അപ്പം മൂസ അലൈഹി ഇസ്ലാം ശരിക്കും വന്നത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ആ ഒരു തിരിച്ച് അവരുടെ നാടായ ബനി ഇസ്രായേലിന്റെ ഒറിജിനൽ നാടായ പലസ്തീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള കൽപ്പന കിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ആയത്തുകളിൽ എന്താണ് പറയുന്നത് നോക്കാം. ട്രാൻസ്ലേഷൻ നോക്കാം ആദ്യം. വഇദ് ഫറഖ്ന, അതായത് ആയത്ത് 50, 51, 52 ആണ് ഇന്ന് ഇൻഷാ അല്ലാഹ്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. ഓർക്കുക, സമുദ്രം പിളർത്തി നിങ്ങൾക്ക് നാം വഴിയൊരുക്കി, അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, നിങ്ങൾ നോക്കി നിൽക്കെ ഫിറഔന്റെ ആൾക്കാരെ നാം വെള്ളത്തിൽ ആഴ്ത്തി. وَإِذْ وَعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. ഓർക്കുക, മൂസാക്ക് നാം 40 രാവുകൾ അവധി നിശ്ചയിച്ചു, അദ്ദേഹം സ്ഥലം വിട്ടതോടെ നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ അതിക്രമികളാവുകയും ചെയ്തു. ثُمَّ عَفَوْنَا عَنْكُمْ مِنْ بَعْدِ ذَلِكَ لَعَلَّكُمْ تَشْكُرُونَ. എന്നിട്ട് അതിനുശേഷവും നിങ്ങൾക്ക് നാം മാപ്പ് നൽകി, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി. 52. നമുക്ക് ഇതിന്റെ വേർഡ് അനാലിസിസ് നോക്കാം ഇൻഷാ അല്ലാഹ്. വഇദ് ഫറഖ്ന, വഇദ് നമുക്കറിയാം അല്ലെ. ഉസ്കുറു ഇദ്, നിങ്ങൾ അത് അന്ന കാര്യം സംഭവിച്ച സന്ദർഭം ഓർക്കുക. ഫറഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രണ്ട് കാര്യത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഫർക്ക് എന്ന് പറയുന്നത്. ഫുർഖാൻ അല്ലെ, ഖുർആനെ നമ്മൾ ഫുർഖാൻ എന്ന് പറയും, സത്യവും അസത്യവും വിവേചിച്ച് കാണിക്കുന്നതിന്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അൽ ഫാറൂഖ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശരിയും തെറ്റും കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് വേർതിരിച്ചറിയാനുള്ള
കഴിവുണ്ടായിരുന്നു. ശരിയും തെറ്റും അല്ലെങ്കിൽ സത്യവും അസത്യവും തമ്മിൽ കൺഫ്യൂസ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. എന്താണോ ശരി അതിനു വേണ്ടി കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി കഴിവുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, അതുകൊണ്ടാണ് ഫർഖ് എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന അൽ ഫാറൂഖ് എന്ന പേര് വന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നാം പിളർത്തി സെപ്പറേറ്റ് ചെയ്തു. ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഫറഖ് നാ എന്ന് പറഞ്ഞാൽ നമ്മൾ, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആല നാം, ഞാൻ അള്ളാഹുവിനെ തന്നെ റെഫർ ചെയ്തിട്ട് പറയണം. നാം പിളർത്തിയ ആ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കുക. ബിക്കും, ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് വേണ്ടി. കും, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അൽ ബഹ്റ, കടലിനെ, സമുദ്രത്തിന്. അൻജീനാക്കും, എന്നിട്ട് നാം എന്താക്കി? രക്ഷപ്പെടുത്തി. ഇവിടെ സെയിം റൂട്ടാണ്, നൂൻ ജീം വാവ്. നജൈന എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിരുന്നു, അല്ലെ? അവിടെയും രക്ഷപ്പെടുത്തിയത് തന്നെയാണ്. ഇവിടെ അവസാനം ഒരു നാ ഉണ്ട്. അതെന്തിനാണ്? നാം, അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി. ഒരു കും ഉണ്ട്. അതെന്തിനാണ്? നിങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ അതുകൊണ്ട്, അല്ലെങ്കിൽ എന്നിട്ട്, അൻജൈന എന്താണ്? നാം രക്ഷപ്പെടുത്തി, കും നിങ്ങളെ എല്ലാവരെയും. ഈ നജൈന പറയുമ്പം നജൈനക്ക് നമുക്ക് അവിടെ ഒരു ശ്രദ്ധ കാണുന്നുണ്ട്, അല്ലെ? നജൈന, അത് ആ ശ്രദ്ധ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും മുബാലവ, അല്ലെ? അത് ശ്രദ്ധ കൊടുക്കുമ്പോൾ അതിനൊരു ഒരു കാഠിന്യം വരാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം പവറോടുകൂടി, ശക്തിയോടുകൂടി നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നുള്ളതും, ആ രക്ഷപ്പെടുത്തൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നുള്ളതും, അള്ളാഹു സുബ്ഹാനഹു വതആല ഫിറഔന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഒരു എന്താ പറയാ, സമയം എടുത്തിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നുള്ള അർത്ഥത്തിലാണ് നജൈന എന്ന് പറയുന്നത്. ഇവിടെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തി, ഈ ഒരു സംഭവത്തിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് എന്താണ് ആ ഒരു ഇൻസിഡന്റ്, എന്താണ് അൻജൈന, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി, ഒരൊറ്റ ഇൻസിഡന്റ് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. മറ്റേത് നജൈന എന്ന് പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ലോങ് ടേം പ്രോസസ് ആണ് റെഫർ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. അഗ്റഖ്ന, എന്താണ്? നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. ആല, കൂട്ടരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, അല്ലെ? ആല ഫിറഔനിന്റെ. അൻതും, നിങ്ങളാകട്ടെ, തൻദുറൂൻ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നൂൻ ദോദ് റ, നദറ. ഓക്കെ, ആദ്യത്തിൽ തായും അവസാനത്തിൽ വാവ്നൂനും വന്നത് കൊണ്ടാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും. തൻദുറു ആയിരുന്നെങ്കിൽ നീ ആയിരുന്നേനെ. തൻദുറൂൻ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും. വഇദ് വഅദ്ന, വീണ്ടും ഓർക്കാൻ പറയാണ്. എന്താ വേറൊരു സന്ദർഭം പറയണം, അല്ലെ? വാദന, നാം കരാറ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഒരു വാദ എന്ന് പറഞ്ഞാല് പ്രോമിസ് ആണ്. വാദന, നാം പ്രോമിസ് ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു ടൈം നിശ്ചയിച്ചു. ഓക്കെ, മൂസയോട്. അർബഈന, 40, ലൈലത്തൻ, രാത്രിക്ക് വേണ്ടിയിട്ട്. സുമ്മ, പിന്നീട്, ഇത്തഖത്തും, നിങ്ങൾ ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു. അഖദ, എടുക്കുക. ഇത്തഖദ അതിന്റെ വേറൊരു ഫോമാണ്. ശരിക്കും നമ്മൾ ഒരേ റൂട്ടില് പല ഫോമുകളിലുള്ള വാക്കുകൾ പല സെന്റൻസിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ എവിടെയാണ് ആ വാക്ക് ഉപയോഗിച്ചത് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് എന്ത് വാക്കാ വരുന്നത്, ശേഷം എന്താ വാക്കാ വരുന്നത് എന്നുള്ളതിനനുസരിച്ച്, അല്ലെങ്കിൽ അതോടെ ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ അർത്ഥം എന്താന്ന് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരേ വാക്കിന്റെ പല ഫോമുകളും വരുന്നുണ്ട്. അപ്പം ആ ഒരു ഡീറ്റെയിലേക്കൊന്നും നമുക്ക് പോകണ്ട, അതൊക്കെ ഗ്രാമറിന്റെയും സർഫിന്റെ ഒക്കെ ഭാഗമാണ്. അപ്പം ഇവിടെ ഇത്തഖദ എന്നുള്ളത് അഖദ എന്നുള്ള വാക്കിൽ നിന്ന്, അഖദ എന്ന് പറയുന്നത് എടുത്തു, ഇത്തഖദ നിങ്ങൾ എടുത്തു, നിങ്ങൾ ഉണ്ടാക്കി വെച്ചു. അൽ അജ്ല, പശുക്കുട്ടി. ഓക്കെ, മിം ബഅദിഹി, അതിന് ശേഷം. അൻതും, നിങ്ങളായിരിക്കെ, ളാലിമൂൻ, ദുൽമ ചെയ്യുന്നവർ, അക്രമകാരികൾ. ദുൽമ, ദോദ് ലാമ് മീമ. ഇവിടെ ഫായിൽ ഫോമാറ്റ് ആണ്. ഓക്കെ, ഖാസിർ, കാഫിർ എന്നൊക്കെ പറയുന്ന പോലെ ളാലിം, വാവ്നൂൻ ഉള്ളത് കൊണ്ട് അത് പ്ലൂറൽ ആയതാണ്. സുമ്മ, പിന്നീട്. അഫൗന, എന്താണ്? ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകി. എന്ന് പറയുമ്പോൾ നാം. അഫ്വ്, മാപ്പ്. അൻകും, നിങ്ങൾക്ക്. മിംബാദി, അതിന് ശേഷം, അല്ലെങ്കിൽ ശേഷം. ദാലിക, അതിന്റെ. ലഅല്ലക്കും, നിങ്ങൾ ആയേക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആകുവാൻ വേണ്ടി ഒരു കാരണം പറയാണ്. തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുക. ഇവിടെ ഇതുപോലെ ആദ്യമുണ്ട്, വാവ്നൂൻ അവസാനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുക എന്നായത്. തഷ്കുറു ആണെങ്കിൽ നീ നന്ദി കാണിക്കുക, യഷ്കുറു ആണെങ്കിൽ അവൻ നന്ദി കാണിക്കുക. ഓക്കെ, അപ്പം ആദ്യവും അവസാനം വാവ്നൂനും വന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്ദി കാണിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്.
വഇദ് ഫറഖ്നാ ബിക്കും, അല്ലെ, ആ ഒരു ഭാഗം നോക്കാം. വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ, അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും എന്താണ് അവരെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ, അല്ലെ. ഇതിന്റെ തുടക്കം എന്തായിരുന്നു? യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ അള്ളാഹു. അപ്പൊ ഓരോന്നായിട്ട് പറയാണ്. അപ്പൊ ഇവിടെ ഈ വേറൊരു ഫേവർ, അല്ലെങ്കിൽ ആ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഫേവറിന്റെ ഒന്നും കൂടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ പറയാണ്. വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ, വഇദ് നിങ്ങൾ ഓർക്കുക, എന്ത്, ഇന്ന സന്ദർഭം, എന്താണ് സന്ദർഭത്തിൽ നടന്നത്? ഫറഖ്നാ ബിക്കും, ഫറഖ്ന നമ്മൾ പറഞ്ഞ ഫർക്ക് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, എന്തെങ്കിലും രണ്ട് കാര്യത്തിന് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഫർക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, അല്ലെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാവും, ഒന്നുള്ളത് രണ്ടാവും. ആ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ആ രീതിയിലുള്ള സെപ്പറേഷൻ ആണ് ഫറഖ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ബിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്ത് ഡിവൈഡ് ചെയ്തു. എന്തിനാണ് ഡിവൈഡ് ചെയ്തത്? അൽ ബഹ്റ, കടലിനെ, അല്ലെ, സീ, കടലിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? മൂസ അലൈഹി ഇസ്ലാം ഫിറഔന്റെ അടുത്ത് ചെന്നിട്ട്, അല്ലെ, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഫിറഔന്റെ അടുത്ത്, അതായത് ഫിറഔൻ കഠിനമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബനി ഇസ്രായേലിനെ എന്താണ് റിലീസ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഫിറഔൻ സമ്മതിക്കൂല, അല്ലെ, ഫിറഔൻ അതിന് തയ്യാറാവൂല. അത് നീ അങ്ങനെ പ്രവാചകനാണെങ്കിൽ ഇത് കാണിക്കുക, അത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നീ ആ അത്ഭുതം കാണിക്കുക. നമ്മൾ ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ ഫോണില്ല, അത് നമുക്ക് പിന്നീട് ഒരു സാഹചര്യത്തിൽ കാണാം. അങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, അത് ചെയ്താൽ ഞാൻ വിശ്വസിക്കാം, അങ്ങനെയാണെങ്കിൽ ബനി ഇസ്രായേലിനെ ഞാൻ വിട്ടുതരാം. പക്ഷെ ഓരോ പ്രാവശ്യവും മൂസ അലൈഹി ഇസ്ലാം ഓരോന്നും ചെയ്യുമ്പോഴും ഫിറഔൻ തിരിച്ച് ഫിറഔന്റെ വാക്ക് പാലിക്കാതെ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനോട് ബനി ഇസ്രായേലിനെയും എടുത്തിട്ട് പൊയ്ക്കോളാൻ പറയാണ്, അല്ലെ, ഈജിപ്തിൽ വിട്ടിട്ട് നീ പലസ്തീനിലേക്ക് പോയിക്കോ. അങ്ങനെ പോകുമ്പം ഈജിപ്തിൽ നിന്ന് പലസ്തീനിലേക്ക് പോകുമ്പോൾ അതിന് ഇടക്ക് അവരെന്താണ്, ഒരു കടലുണ്ട്, അല്ലെ. നമുക്ക് ജസ്റ്റ് ഒരു മാപ്പ് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ക്രീനിലേക്ക് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈജിപ്ത് കെയറോ എന്ന് കാണാം, അല്ലെ. പിന്നെ റൈറ്റ് സൈഡിൽ ഇസ്രയേൽ കാണുന്നുണ്ടല്ലോ, അല്ലെ, അതായത് പലസ്തീന്റെ ഭാഗം. ഇതിനിടയ്ക്ക് ഒരു സീനായ് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാം. ആ ഒരു ഏരിയയിലാണ് ഇവർ ഈ കടൽ കടന്നതിന് ശേഷം ഇടയ്ക്ക് റെഡ് സീ കാണുന്നുണ്ട്, അല്ലെ. അപ്പം ഈ ഒരു കടലിന്റെ അടുത്താണ് ഇവർ സ്റ്റക്കാവുന്നത്. കാരണം പലസ്തീനിലേക്ക് പോകണമെങ്കിൽ ഈ കടൽ കടന്നിട്ട് വേണം. അപ്പം അവിടെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പം അവരിങ്ങനെ പോകുമ്പോ അവര് ബോട്ടും കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തോണിയോ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽ ഒന്നും കൊണ്ടൊന്നും അല്ല പോകുന്നത്, അല്ലെ. അല്ലാണ്ട് നീന്താനുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഒന്നും അല്ല പോകുന്നത്. അവര് ഒരു പക്ഷേ, അല്ലെ, പെട്ടെന്ന് ഓടുകയാണ്. ചിലപ്പം ഒഴിഞ്ഞ കൈയോടായിരിക്കാം, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടായിരിക്കാം അവര് പോണത്. അവരുടെ മുമ്പിൽ എന്താണ്, അവർ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒരു കടലാണ്, അല്ലെ. കടല് താണ്ടി കടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് ചിന്തിച്ചാൽ എവിടെ എത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നിലാണെങ്കിൽ ഫിറഔന്റെ പട്ടാളവും ഉണ്ട്, അല്ലെ. ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞു, കഴിഞ്ഞ്, ഇതോടെ നമ്മളെ കാര്യം കഴിഞ്ഞ്, ഇനി യാതൊരു പ്രതീക്ഷയില്ല, അല്ലെ. അങ്ങനെ സ്വാഭാവികമായിട്ടും ആളുകൾ പറയണം. മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുത്ത് പറയും, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, സൂറത്ത് ഷൂറായില് 62-ാമത്തെ ആയത്തിൽ പറയാണ്, ഒരിക്കലുമില്ല, തീർച്ചയായും എന്നോടൊപ്പം എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരുകയും ചെയ്യും. തുടർന്ന് 63-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫഔഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാക്കൽ ബഹർ, അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു തആല ബോധനം നൽകുകയാണ്, അല്ലെ, നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കൂ. അതേ വടി, അതായത് മുമ്പ് ഫിറഔനുമായിട്ടുള്ള ചലഞ്ചിൽ ഏത് വടി താഴെ ഇട്ടിട്ട് പാമ്പായോ അതേ വടി അള്ളാഹു സുബ്ഹാനഹു തആല കടലിൽ അടിക്കാൻ പറയാണ്, അല്ലെ. ഫൻഫലഖ, അങ്ങനെ അത് കടല് പിളരുകയും ചെയ്തു. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, എന്നിട്ട് വെള്ളത്തിൽ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെ ആയി തീരുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, കടലിന്റെ, അല്ലെ, ഒരു വടി കൊണ്ട് അടിച്ചപ്പോൾ കടലിന്റെ രണ്ട് സൈഡും ഇങ്ങനെ പൊങ്ങിയിട്ട് രണ്ട് പർവ്വതം പോലെ സ്ട്രോങ് ആയിട്ട് രണ്ട് സൈഡിൽ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കടലിന്റെ നടുവ് കൂടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഉണങ്ങിയ ഒരു വഴിയും. അപ്പം ഫറഖ്നാ ബിക്കും, അല്ലെ, ഇത് ആർക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തത്? ബനി ഇസ്രായേലിന് വേണ്ടിയിട്ട്, അല്ലെ. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ചരിത്രത്തില് എവിടെയെങ്കിലും ആരെങ്കിലും വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇനി കാണോ? കേട്ടിട്ടുണ്ടോ? ഇനി കേൾക്കോ?
സുബ്ഹാനല്ലാഹ്, കടലിനെ രണ്ടാക്കി പിളർക്കുക എന്ന് പറയുന്നത് അല്ലേ, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ? അപ്പം ഇത് ബനി ഇസ്രായേലിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അത്ഭുതമാണ് അല്ലെ. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരുന്നു ആര്? ബനി ഇസ്രായേൽ. അന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, ലോകത്തിലുള്ള ജനതയെക്കാളും ശ്രേഷ്ഠമാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ബനി ഇസ്രായേലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് എന്താ പറയുന്നത്? ഫഅൻജൈനാക്കും, നൂൻ ജീം യാ, നമ്മൾ പറഞ്ഞു നൂൻ ജീം വാ, നമ്മൾ പറഞ്ഞു എന്താണ് രക്ഷപ്പെടുത്തി എന്നുള്ളത് അല്ലെ. അങ്ങനെ കടല് സെപ്പറേറ്റ് ചെയ്ത് അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം കടല് പാർട്ട് ചെയ്ത് അവർക്ക് രണ്ട് ഭാഗത്തേക്ക് മാറിയിട്ട് അവർക്ക് നടുവിലൂടെ ക്ലിയർ ആയിട്ട് ഒരു വഴി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുത്തു. അങ്ങനെ അവർ അതിലൂടെ സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാണ് അല്ലെ. അപ്പം ഇവർ ക്രോസ് ചെയ്യുമ്പോൾ നാച്ചുറലി ഫിറൗൻ ഇവരുടെ ഭാഗത്തോ ഇവരുടെ പിന്നാലെ ഉണ്ട് അല്ലെ. അപ്പൊ ഫിറൗൻ തരക്കേടില്ല, എന്നാ പിന്നെ ഞാനും ഇതിന്റെ പിന്നാലെ പോയിട്ട് അവരെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം അല്ലെ. അങ്ങനെ ഫിറൗന്റെ പിന്നാലെ അല്ല ബനി ഇസ്രായേലിന്റെ പിന്നാലെ ഫിറൗനും വെച്ച് പിടിച്ച് ഏകദേശം കടലിന്റെ നടുവിൽ എത്തിക്കഴിഞ്ഞപ്പം, അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ബനി ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പം ആല ഫിറൗൻ, ഞാൻ എന്ത് ചെയ്തു കളഞ്ഞു? മുക്കിക്കളഞ്ഞു. ആരെ? പീപ്പിൾ ഓഫ് ഫിറൗൻ, ഫിറൗന്റെ ആളുകളെ. കടല് ക്ലോസ് ആയി. സുബ്ഹാനല്ലാഹ്. അഗ്റഖന ഗൈൻ റാഖാഫ് എന്ന് വെച്ചാൽ മുക്കുക എന്നുള്ളത്. അപ്പം അള്ളാഹു ആരെയാണ് മുക്കിക്കളഞ്ഞത്? ആല ഫിറൗൻ, ഫിറൗന്റെ ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട്. ആരൊക്കെ ഫിറൗന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നോ അവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മുക്കിക്കളഞ്ഞു. അൻതും തൻദുറൂൻ, നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതല്ലേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്തത്. തൻദുറൂൻ നൂൻ ദോദ്റ നദറ എന്ന് പറഞ്ഞാൽ കാണാം. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്. അപ്പം നിങ്ങൾ ഫിറൗന്റെ ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരുന്നതും നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഫിറൗന്റെ മേലെ ആ കടല് വന്ന് മൂടിയിട്ട് അവര് മുക്കിക്കൊന്ന് അല്ലെങ്കിൽ അവര് കൊല്ലപ്പെടുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അവര് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തന്നെയാണ് മരണപ്പെട്ടത്. അൻതും തൻദുറൂൻ. നമുക്ക് ഈ ആയത്തിലുള്ള ലെസൺസ് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ബനി ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ, എങ്ങനെയാണ് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയത്. മുമ്പെയുള്ള ആയത്തില് നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല ഫിറൗനിൽ നിന്ന് ഫിറൗന്റെ പീഡനത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അല്ലെ. ഈ ആയത്തിലാണ് എക്സാക്ട്ലി എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ രക്ഷപ്പെടുത്തൽ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അല്ലെ. പൊതുവെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും അനുഗ്രഹത്തില്. ഒന്ന്, ഒരു മനുഷ്യന് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അർഹിക്കുന്നത്, അല്ലെങ്കിൽ അവന് പ്രയോജനമുള്ള ഒരു കാര്യം കിട്ടുക എന്നുള്ളത് അനുഗ്രഹമാണ്. രണ്ടാമത്, അവന് ഉപദ്രവകരമായ അല്ലെങ്കിൽ അവന് ഇഷ്ടമില്ലാത്ത കാര്യം അവനിൽ നിന്ന് എടുത്തു കളയാന്നുള്ളത് എന്താണ്? അനുഗ്രഹമാണ്. അപ്പം അനുഗ്രഹം എന്ന് പറയുന്നത് ഇത് രണ്ടും ചേർന്നതാവാം. അപ്പം ഇവിടെ ബനി ഇസ്രായേലിന്റെ ആഗ്രഹം എന്തായിരുന്നു? ബനി ഇസ്രായേൽ സേവ് ചെയ്യപ്പെടണം അല്ലെ, ഈജിപ്ഷ്യൻസിന്റെ അല്ലെങ്കിൽ ഫിറൗന്റെ ആളുകളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആ അനുഗ്രഹം കൊടുത്തു. ആൻഡ് അവര് എന്തൊരു അപകടത്തിലായിരുന്നു പെട്ടിരുന്നത്? ഫിറൗനും ആളുകളും എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഉപദ്രവകരമായ കാര്യമായിരുന്നു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് ആ ഒരു ഉപദ്രവത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് നീക്കി, ഫിറൗന്റെ ആളുകളെ കംപ്ലീറ്റ് എന്താണ് മുക്കിക്കൊന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫേവർ അല്ല, ഒരു കംപ്ലീറ്റ് അനുഗ്രഹമാണ്. അവർക്ക് വേണ്ടത് കൊടുക്കുകയും ചെയ്തു, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പരീക്ഷണത്തിൽ നിന്ന് മാറ്റണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ ആള് ചിന്തിക്കുകയോ ഇമാജിൻ ചെയ്യുകയോ പോലും ചെയ്യാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അയാളെ രക്ഷിക്കാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെ. ബനി ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ കടൽ അവർക്ക് വേണ്ടി രണ്ട് സൈഡിലേക്ക് മാറിക്കൊടുക്കുന്ന, ഒരു പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു വലിയ കപ്പൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, ആ കപ്പലിൽ കയറി രക്ഷപ്പെടാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ഒരു കടല് പിളർത്തുക എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, ആർക്കാ അത് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? റബ്ബിന്റെ അടുത്ത്.
കടല് പിളർത്താൻ പറ്റുന്ന റബ്ബിന് നമുക്ക് ആശ്വാസം തരാൻ പറ്റും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല അല്ലെ. നമ്മളെ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ നമുക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്ത് പ്രയാസം വരുമ്പോഴും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ദുആ ചെയ്യും അല്ലെ. നമ്മളെ പ്രയാസത്തിൽ നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ തന്നെ, അതായത് ഈ ദുആ ചെയ്തുകൊണ്ട് എണീക്കുമ്പോഴേക്ക് ഭൂം ആ പ്രശ്നം അങ്ങ് പോവണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സംഭവിക്കോ? സംഭവിച്ചോളണമെന്നൊന്നുമില്ല അല്ലെ. ബനി ഇസ്രായേലിന്റെ കാര്യം എടുത്തു നോക്ക്. അവരൊരു മാസോ അല്ലെങ്കിൽ ഒരു ദിവസോ ഒരു വർഷമോ അനുഭവിച്ച പ്രശ്നത്തിൽ നിന്നല്ല അവരിപ്പോ രക്ഷപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങള്. മൂസ അലൈഹി ഇസ്ലാം ജനിക്കുമ്പോഴും അവര് എന്താണ്, അടിമകളായിരുന്നു. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസ അലൈഹി ഇസ്ലാമിനെ അല്ലെ ഒരു പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കി ഫിറഔന്റെ ആളുകളെ എടുത്ത് വളർത്താനുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നീട് മൂസ അലൈഹി ഇസ്ലാം ഈജിപ്ത് വിട്ട് മദീനിൽ പോയി അവിടുന്ന് പ്രവാചകനായി തിരിച്ചു വന്ന്, ഈവൻ പ്രവാചകനായി തിരിച്ചു വരാന്ന് പറയുന്നത് ഏകദേശം ഒരാൾക്ക് 40 വയസ്സാവുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകത്വം കൊടുക്കുന്നത് അല്ലെ. ആ ഒരു സമയത്താണ് ഈജിപ്തിലേക്ക് മടങ്ങി വരുന്നത്. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം തന്നെ ബനി ഇസ്രായേലിനെ കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. ഈജിപ്തില് വീണ്ടും കുറെ വർഷം മൂസ അലൈഹി ഇസ്ലാം എന്താണ് മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രശ്നങ്ങൾ വരും ജീവിതത്തില്, അത് പോവുകയും ചെയ്യും. പക്ഷേ ഇന്ന് ദുആ ചെയ്തിട്ട് നാളെ പോക്കല്ല, അത് പോയിക്കോളും അതിന്റെ സമയമാവുമ്പോ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമയുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മൾ തിരിയുമ്പം, അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തുമ്പം അതിന്റെ കൂടെ നമുക്ക് വേണ്ട കാര്യമാണ് ക്ഷമ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, അള്ളാഹ്ക്ക് ഇതൊന്ന് മാറ്റിക്കൂടെ, എന്റെ ജീവിതത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റി തന്നൂടെ അല്ലെ. അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട് റബ്ബിന്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഹിക്മത്ത്. നമുക്കൊരു പക്ഷെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കും, ഒരു പക്ഷേ നമ്മുടെ പ്രശ്നം നീങ്ങി വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഒരു കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. ഒരു എന്തെങ്കിലും സംഭവിക്കാനുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കാനുണ്ടാവുമായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയുന്ന ഒരു ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ടാവും. നമുക്ക് വേണ്ടത് ക്ഷമയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തിരിയുമ്പം, അള്ളാഹുവിന് മുമ്പിൽ കൈ ഉയർത്തുമ്പം നമുക്ക് വേണ്ടത് ക്ഷമയാണ്. നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ക്ഷമ കാണിക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് മിക്കവാറും നമ്മളൊരു എക്സ്ട്രീംലി കെയർലെസ് ആയിട്ടുള്ള നമ്മളുടെ നമസ്കാരങ്ങൾ അല്ലെ. ഒളു എടുക്കുന്നു, ഓടി വരുന്നു, കൈകെട്ടുന്നു, എന്തൊക്കെയോ ചൊല്ലുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. എന്നിട്ട് ആ സുജൂദിൽ കിടന്നിട്ട് നമ്മൾ ഒരുപാട് ദുആ ചെയ്യും നമ്മളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അല്ലെ. എന്നിട്ട് നമുക്ക് അതിന് അപ്പൊ തന്നെ ആൻസർ വേണം. ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അക്ഷമരാണ് നമ്മൾ. അതോ എന്റെ പ്രശ്നം, എത്ര വർഷങ്ങളായി അങ്ങനാണ് ഇങ്ങനാണ്. പക്ഷെ അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ അടുത്ത് ക്ഷമ കാണിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പം തിരിച്ചറിയാറില്ല. എൻ്റെ ആ ഒരു നമസ്കാരത്തിനല്ലേ, അതായത് സുജൂദില് അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് വരുന്ന കോൺസെൻട്രേഷൻ, ബാക്കി ഒരു സമയത്തും ഇല്ലാത്ത ഒരു കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ കെയർലെസ് ആയിട്ട് നിസ്കരിക്കുന്ന നമസ്കാരത്തിന് അപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷ തന്നിട്ടുണ്ടായിരുന്നെങ്കിലോ. പക്ഷെ നമുക്ക് നമ്മുടെ ചോദ്യത്തിന് അപ്പം തന്നെ ഉത്തരം കിട്ടിക്കൊള്ളണം, നമ്മുടെ ദുആക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടിക്കൊള്ളണം അല്ലെ. നമ്മുടെ നമസ്കാരങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അനുസരണക്കേട് കാണിക്കാറുണ്ട് അല്ലെ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അള്ളാഹു അതിനെ നമ്മൾ അപ്പം തന്നെ പിടിച്ച് ശിക്ഷിക്കുന്നുണ്ടോ? നമുക്ക് അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ട് അള്ളാഹ് എന്നെ ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ഇന്നുവരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇത്രയും കെയർലെസ് ആയിട്ട് നിസ്കരിച്ചിട്ട് അള്ളാഹു നിസ്കാരം സലാം വീട്ടി ഉടനെ എന്നെ ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു അങ്ങനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉടനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ റെക്കോർഡുകൾ അല്ലെ, നമ്മളുടെ അമലുകളുടെ റെക്കോർഡുകൾ അപ്പൊ തന്നെ നമ്മളുടെ കയ്യിൽ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അവസാനത്തെ അല്ലെങ്കിൽ യൗമുൽ ഖിയാമക്ക് വേണ്ടി അവരെ അത് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാത്ത കാര്യത്തിൽ മാത്രം നമുക്ക് എന്താ ഇത്ര ക്ഷമ? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം തരുന്നുണ്ടല്ലേ. പക്ഷെ നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ് അപ്പൊ തന്നെ സോൾവ് ആവണം. അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് എന്റെ പ്രശ്നം ഇപ്പം സോൾവ് ചെയ്ത് കിട്ടണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു ലെസൺ എന്ന് പറയുന്നത്,
നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് അയാളുടെ ശത്രു അയാളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് നശിക്കുന്നത് കാണാന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. സുബ്ഹാനല്ലാഹ്. അതായത് ശത്രു നശിച്ചു പോണത് അല്ലെങ്കിൽ മരിക്കുന്നത് ഇല്ലാതാവുന്നത് കേൾക്കുകയല്ലേ ചെയ്യുന്നത്, കണ്ണിന്റെ മുമ്പിൽ വെച്ച് കാണുകയാണ്. അൻതും തൻദുറൂൻ. ഫിറൗനും ഫിറൗന്റെ ആളുകളും ബനീ ഇസ്രായേലിന്റെ കണ്ണിന് മുമ്പിൽ വെച്ച് മുങ്ങിച്ചാവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് ആരോടെങ്കിലും വെറുപ്പുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പുകളൊക്കെ ഇല്ലാതാക്കട്ടെ. വെറുപ്പിന്റെ ഭാഗം നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്ക് ചിന്തിച്ചു നോക്കാം, നമ്മളെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ അല്ലെ, നമ്മുടെ ജീവിതം ഒരു പക്ഷെ ഒരു സ്റ്റേജിൽ നശിപ്പിച്ചിട്ടുള്ള, നമ്മളുടെ സമയം നഷ്ടപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ആളുകൾ, ഒരുപാട് വിഷമങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ആൾക്കാർ, അവരെ കുറിച്ച് നമുക്ക് സ്വാഭാവികമായും നാച്ചുറലി ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അല്ലെ ഉണ്ടാവുക. നമ്മുടെ ഉള്ളിൽ ഏറ്റവും ആദ്യം വരെ അവരോടുള്ള പ്രതികാരമാണ് അല്ലെ, എന്തായാലും ഉണ്ടാവും, അവര് നശിച്ചു കാണാനുള്ള ഒരു ആഗ്രഹം. പിന്നെ നമ്മൾ റബ്ബിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ പരലോകം ആലോചിച്ചിട്ടാണ് നമ്മുടെ ആ വെറുപ്പിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയുന്നത്. ബനീ ഇസ്രായേലിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരിൽ ഏതെങ്കിലും ഒരു സ്ത്രീന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. അവളുടെ മകൻ കൊല്ലപ്പെടുക, അവളുടെ ബ്രദർ സഹോദരൻ കൊല്ലപ്പെടുക, പിതാവ് കൊല്ലപ്പെടുക, അങ്ങനെയാണല്ലോ പീഡനം നടക്കുന്നത് അല്ലെ. അവൾക്ക് എന്തുമാത്രം വെറുപ്പുണ്ടാവും അവളുടെ ഉള്ളില് ഈ ഈജിപ്ഷ്യൻസിനെ കുറിച്ച്. അല്ലെങ്കിൽ ഒരു ബനീ ഇസ്രായേലിലെ ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാളുടെ ഭാര്യ പീഡിപ്പിക്കപ്പെടുക, അയാളുടെ മകള് പീഡിപ്പിക്കപ്പെടുക, അയാളുടെ കുടുംബത്തില് ആൺമക്കൾ കൊല്ലപ്പെടുക, അയാൾക്ക് എന്തുമാത്രം വെറുപ്പുണ്ടാവും ഈ പറഞ്ഞ ഈജിപ്ഷ്യൻസിനോട്. എത്രമാത്രം ദേഷ്യം, എത്ര പ്രതികാരം ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. എന്നാൽ അവർക്ക് പറ്റൂലല്ലോ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ മനസ്സിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം തൃപ്തിയാക്കി കൊടുക്കുകയാണ്. ഫിറഔന്റെ അവസാനം അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അത് അവർക്കുള്ള ഒരു ആഡഡ് അനുഗ്രഹമായിരുന്നു, ആഡഡ് ഫേവർ ആയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. ഞാൻ പലപ്പോഴും ഈ ആയത്ത് മുമ്പൊക്കെ പഠിക്കുമ്പോഴും ഓതുമ്പോഴൊക്കെ ചിന്തിക്കുമായിരുന്നു, ഈ അൻതും തൻദുറൂൻ എന്തിനാണ് ഈ ആയത്തില്, എന്തായിരിക്കും, അതായത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അതും ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ നശിപ്പിക്കുന്നത് അത് കാണാനുണ്ടായി, നിങ്ങളുടെ ആ മനസ്സിലുള്ള പകയ്ക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, അതും ഒരു അനുഗ്രഹമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു ഒരു വാക്ക് പോലും ഖുർആനില് ആവശ്യമില്ലാതെ വെറുതെ ഉപയോഗിക്കുന്നില്ല. അപ്പം ഈ ഒരു അനുഗ്രഹവും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു ലെസൺ എന്ന് പറയുന്നത് ഫിറഔനും ഫിറഔന്റെ ആളുകളും എങ്ങനെയാണ് അവര് ശിക്ഷിക്കപ്പെട്ടത് അല്ലെ. അവര് കടലിൽ മുക്കിക്കൊല്ലാണ് അവര്. ഫിറഔൻ എന്ന് പറയുന്ന ആള് വളരെ എന്താ പറയാ ഭയങ്കര ഒരു അഹങ്കാരിയും അഭിമാനിയുമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. സ്വന്തം അല്ലെ, ഞാൻ ദൈവമാണ്, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ വിഡ്ഢിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെ. ഞാൻ ദൈവമല്ല എന്ന് അറിഞ്ഞിട്ടും ആളുകളെടുത്ത് ഞാൻ ദൈവമാണെന്ന് പറയുകയും അതിന്റെ പേരിൽ പവർ കാണിക്കുകയും അതിന്റെ പേരിൽ അവരെ കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു. ആളുകളോട് അത് എങ്ങനെയാ കാണിക്കുന്നതെന്ന് വെച്ചാല് സൂറത്ത് സുഹ്റുഫില് 51-ാമത്തെ ആയത്തില് വനാദ ഫിറഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ര. തന്റെ ജനങ്ങൾക്കിടയിൽ ഒരു വിളംബരം നടത്തണം. ജനങ്ങളെ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ, സുബ്ഹാനല്ലാഹ്, ഞാനല്ലേ ഈജിപ്തിന്റെ മുൽക്കിലെ, അധികാരം എനിക്കല്ലേ, ഈജിപ്ത് എന്റേതല്ലേ എന്നാണ് ചോദിക്കുന്നത്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഈ നദികൾ ഒഴുകുന്നതാട്ടെ എന്റെ കീഴിലൂടെയാണ്, എന്നിരിക്കെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നില്ലേ. തജ്രി മിൻ തഹ്തി നമ്മൾ മുന്നേ കണ്ടിരുന്നു അല്ലെ. അതിന്റെ മറ്റൊരർത്ഥം ഈ നദികൾ ഒഴുകുന്നത് എന്റെ കൺട്രോളിലാണ്. അപ്പം ഈ നദികൾ പോലും എന്റെ കൺട്രോളിലാണ്. അപ്പം ഫിറൗന്റെ അധികാരത്തിനെ കുറിച്ച് ആളുകളോട് വീമ്പിളക്കുന്നതാണ്. ഈജിപ്ത് എന്ന് പറയുന്ന മിസ്രിന്റെ ലാൻഡും എന്റെ സ്വന്തമാണ്, മിസ്രിന്റെ വെള്ളവും എന്റെ സ്വന്തമാണ്, കരയും കടലും ഒക്കെ എന്റെ സ്വന്തമാണ്. എന്നിട്ട് എന്തു പറ്റി? അതേ വെള്ളത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മുക്കിക്കൊന്നു. ഇത് എന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച അതേ വെള്ളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മുക്കിക്കൊന്നു. ഒരാൾ അഹങ്കാരിയായി മാറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ പേരിൽ അഹങ്കാരിയായി മാറുമ്പോൾ ഇത് എന്റേതാണ്, എന്റെ കഴിവുകൊണ്ടാണ്, ഞാനിങ്ങനെ ചെയ്തത് കൊണ്ടാണെന്ന്, അല്ലെങ്കിൽ ഇത് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നതാണെന്നുള്ള ചിന്ത പോലെ ആരെങ്കിലും ചിന്തിക്കുമ്പോൾ അഹങ്കരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അതുകൊണ്ട് തന്നെ നാണം കെടുത്തും, അതുകൊണ്ട് തന്നെ ഇല്ലാതാക്കും.
ഇവിടെ ഫിറഔന് എന്താണ്? ഫിറൗന്റെ കരയും ഫിറൗന്റെ കടലും അല്ലെ, ഫിറൗന്റെ മിസ്റും ഫിറൗന്റെ നദികളും ഫിറൗന്റെ വെള്ളവും എന്ന് അഹങ്കരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ വെള്ളത്തിൽ ഫിറൗനെ മുക്കിക്കൊന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ബനി ഇസ്രായേൽ അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അവരവരുടെ മതത്തിനൊക്കെ മറന്ന കാര്യം നമ്മൾ പറഞ്ഞു. യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ സമയത്ത് അവർ നല്ല ഉഷാറായിരുന്നു. പിന്നെ പിന്നെ അവർ മതം മറന്ന് അവർക്ക് തോന്നിയ പോലെ ഈജിപ്ഷ്യൻസിനെ ഫോളോ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ ശേഷമാണ് അവർ അടിമപ്പെട്ടത്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുത്തി. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു. നമ്മളോ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇനി നന്നാവാൻ പോണില്ല അല്ലെ, ശാപമാണ്. അവരോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താക്കാൻ അങ്ങനെ ആയിപ്പോയി, ഇനി ഒരു മാറൂല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്താണ് പൊറുക്കല് ഒരുപാട് വിശാലമാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അവനോട് അനുഗ്രഹം കാണിക്കാം. കാരണം ബനി ഇസ്രായേൽ കാണിച്ച അത്രയും മോശപ്പെട്ട ബനി ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു തആല അവസരം കൊടുത്തതാണിത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത്, ഈ ആയത്തുകളില് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല ബനി ഇസ്രായേലിനെയാണ് അഡ്രസ് ചെയ്യുന്നത് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ബനി ഇസ്രായേലിന്റെ അടുത്താണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ആ സമയത്തുള്ള ജൂതന്മാരുടെ അടുത്ത് ആണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അടുത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറയുന്നത്. പക്ഷെ അവരാണോ ഫിറൗനിന്റെ കയ്യിൽ നിന്ന് അവരെയാണോ അള്ളാഹു സുബ്ഹാനഹു തആല ഫിറൗന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? അവർക്ക് വേണ്ടിയാണോ അള്ളാഹു സുബ്ഹാനഹു തആല കടല് രണ്ടാക്കി പിളർത്തി കൊടുത്തത്? അല്ലല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ എന്തിനാണ് ഇത് അവരോട് പറയുന്നത്? അള്ളാഹുവിന്റെ ഫേവർ അവരുടെ പൂർവികന്മാർക്ക് കൊടുത്തത് കൊണ്ടാണ്. അള്ളാഹു അവരുടെ പൂർവികന്മാർക്ക് ഈ അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ് അവരിന്നും ഇതുപോലെ നിൽക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ അവരിന്ന് ജീവിച്ചിട്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ മാതാപിതാക്കൾക്ക്, നമ്മളുടെ പൂർവികന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത അനുഗ്രഹം നമ്മൾക്കുള്ള ഒരു അനുഗ്രഹം കൂടിയാണ്. നമ്മളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പൂർവികന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്തൊക്കെ കൊടുത്തോ, അവര് സേഫ് ആയിട്ട് അല്ലെ, അവര് ഇതുപോലെ ഒരു നാട്ടിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജീവിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ അതുപോലെ ജീവിക്കാൻ പറ്റുന്നത്. നമ്മളെ പൂർവ്വ പിതാക്കന്മാര് സിറിയയിലോ ഫലസ്തീനിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു അല്ലെ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ അനുഗ്രഹം ചിന്തിക്കാറില്ല. നമ്മളുടെ പൂർവ്വപിതാക്കന്മാർക്ക് ആവശ്യത്തിനുള്ള സമ്പത്തും ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു റൂറൽ അല്ലെങ്കിൽ ഒരു കാട് പോലത്തെ ഒരു സ്ഥലങ്ങളിലോ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്കിത് ഉണ്ടാവുമായിരുന്നു. അപ്പൊ നമ്മളുടെ മാതാപിതാക്കൾക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾക്കും ഒരു അനുഗ്രഹമാണ്. അപ്പൊ ബനി ഇസ്രായേല് അവരുടെ ചരിത്രത്തെക്കുറിച്ച് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അള്ളാഹു നിങ്ങളോട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളോട് അള്ളാഹു കാരുണ്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അള്ളാഹു സുബ്ഹാനഹു തആല കാരുണ്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഇത്രയും കാരുണ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെന്താക്കണം? അള്ളാഹുല് വിശ്വസിക്കണം അല്ലെ. ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയാം, നിങ്ങൾ വിശ്വസിക്കണം, അനുസരിക്കണം, നന്ദിയുള്ളവരാവണം. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പൂർവികന്മാർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള തെളിവാണ് അതൊക്കെ അല്ലെ. അൽഹംദുലില്ലാഹ്. ഇനി അടുത്ത കാര്യം, ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെ കടലിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നിലുള്ള ആളുകൾ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇവിടുന്ന് ഇപ്പൊ എങ്ങോട്ടാ പോണേ അല്ലെ. മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്നില് ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അന്ന് ബനി ഇസ്രായേലിന്റെ. അതിനകത്ത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇത്രയും ആളുകളുടെ മുമ്പിൽ മൂസ അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കൽപ്പനയുടെ ധൈര്യത്തിൽ പോയിട്ട് കടലിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു സീനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ 5 ലക്ഷം ആളുകൾ എന്തൊക്കെ അവരപ്പം പറയുന്നുണ്ടാവൂലേ. ഇനി എന്താണ് ചെയ്യാ, കഴിഞ്ഞില്ലേ, ഇതോടെ എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ലല്ലോ അല്ലെ. മൂസ അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? നിങ്ങൾ വിഷമിക്കേണ്ട, കാമാണല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ രക്ഷിച്ചോളും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞു ഗ്രൂപ്പിന്റെ അല്ലെ, ഒരു 10-20 ആളുകളുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു ലീഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് പലരും പലതും പറയുന്നല്ലേ, അത് ചെയ്യണം ഇത് ചെയ്യണം, എനിക്ക് പറ്റുന്നില്ല, എന്റെ തല പൊട്ടി തെറിക്കുന്നു, എന്നെ കൊണ്ട് പറ്റൂല ഇത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെ, ഇതെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്ക് അറിയൂല. പല സമയത്തും നമുക്ക് തോന്നാറുണ്ട്, നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്.
മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്നിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളും കുട്ടികളും സ്ത്രീകളും നടക്കാൻ പറ്റാത്തവരും അവരൊക്കെ കടലിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും, മതിയായില്ലേ, കഴിഞ്ഞില്ലേ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറയാണ്, എന്റെ വിശ്വാസം എന്റെ റബ്ബിലാണ്, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ സമയത്തുള്ള ചിന്ത ആളുകളുടെ നെഗറ്റിവിറ്റി ആയിരുന്നില്ല, മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ആയിരുന്നില്ല, പകരം അള്ളാഹുവിലുള്ള തവക്കുലായിരുന്നു. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാര്യം നമുക്കറിയാം, മൂസ അലൈഹി ഇസ്ലാമും ജനതയും അല്ലെ, ഇവര് രക്ഷപ്പെടുത്തി അടുത്ത പോർട്ടിലെത്താണ്, അതായത് കടല് കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഈ ഒരു ദിവസം ബനി ഇസ്രായേല് എന്താണ് യൗമുൽ ആഷുറ എന്ന് പറഞ്ഞ് ആഘോഷിച്ചിരുന്നത് അല്ലെ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പം അവിടെ ജൂതന്മാര് യൗമുൽ ആഷുറയില് നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈ ഒരു ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിനെ അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തി, മൂസ അലൈഹി ഇസ്ലാമിനെയും ബനി ഇസ്രായേലിനെയും രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം എന്താണ് നോൻപ് നോക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അന അഹഖു മൂസ മിൻഹും, നിങ്ങളെക്കാളും മൂസയുടെ മേലെ അവകാശം ഞങ്ങൾക്കാണ്, എനിക്കാണ് അല്ലെ. കാരണം ഞങ്ങളാണ് നിങ്ങളെക്കാളും മൂസ അലൈഹി ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നത്, മൂസ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച പാഠങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളെക്കാളും ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അധികാരമുണ്ട്, അതുകൊണ്ട് എന്താണ് നമുക്കും ആ ദിവസം ഫാസ്റ്റ് ചെയ്യാം അല്ലെ. ആഷുറ എന്ന് പറയുന്നത് മുഹറം 10, നമ്മൾ മിക്കവാറും എല്ലാവരും ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ദിവസം നോമ്പെടുക്കാം, ഒന്നെങ്കിൽ 9, 10 അല്ലെങ്കിൽ 10, 11. അപ്പൊ സുബ്ഹാനല്ലാഹ്, ബനി ഇസ്രായേലിന്റെ ജീവിതത്തിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണത്. അതുകൊണ്ട് നമ്മൾക്കും അല്ലെ, കാരണം നമ്മളും മൂസ അലൈഹി ഇസ്ലാമിനെ അതേപോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ പഠനങ്ങൾ അവർ പഠിപ്പിച്ചതിനെ അവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫോളോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോമ്പ് തന്നെയാണത്. അപ്പൊ അത് ആഷുറ നോമ്പ് എടുക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു വലിയ ബ്ലെസ്സിങ്, ഈ ആയത്തുകളിലെ ഓരോ വാക്കും അനുഗ്രഹമാണ് അല്ലെ. അൻതും തന്തുറൂൻ പോലും അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത എടുത്താ പൊങ്ങാനാവാത്ത ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ഓർക്കേണ്ട എന്താണ് ആയത്തുകളാണ് അത്. ഈ നമ്മൾ ആ നോമ്പെടുക്കുമ്പോൾ ഈ ഒരു ഭംഗിയുള്ള, എത്ര പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയുള്ള അത്രയും വലിയ അനുഗ്രഹമുള്ള ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ആ നോമ്പ് നോക്കുന്നതെന്ന് നമ്മളും ഒന്ന് ഓർക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് പോവാം. ആയത്ത് 51. വഇദ് വഅദ്ന, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഉസ്കുറു ഇസ്, ആ സംഭവം നിങ്ങൾ ഓർക്കുക. എന്ത് സംഭവമാണ്? വഅദ്ന മൂസ, ഞാൻ മൂസക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തു അല്ലെ, ഒരു പ്രോമിസ് കൊടുത്തു. എന്തിന്? വാഴ എന്ന് പറഞ്ഞാല് വാവ് ഐൻ ദാൽ, വാഴ എന്ന് പറഞ്ഞാല് ഒരു പ്രോമിസ് ആണ്. വാഴ എന്ന് പറഞ്ഞാല് വേറൊരാളുമായിട്ട്, അതിനകത്ത് ഒരു എക്സ്ട്രാ അലിഫ് ഉണ്ട്. അപ്പം വേറൊരാളുമായിട്ട് ഒരു പ്രോമിസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 ആൾക്കാരുണ്ട്. ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയും മൂസ അലൈഹി ഇസ്ലാം. മൂസ അലൈഹി ഇസ്ലാമുമായിട്ട് ഞാനൊരു പ്രോമിസ് ഉണ്ടാക്കി. എവിടെ എന്താണ് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കി അല്ലെ. എവിടെ വെച്ചായിരുന്നു അപ്പോയിന്റ്മെന്റ്? മൗണ്ട് തൂറിൽ വെച്ചിട്ട്, തൂർ പർവ്വതത്തില്. എത്ര നാളത്തേക്കാണ്? 40 ലൈലത്തൻ, 40 ദിവസം. എന്ന് പറഞ്ഞാൽ 4, 40 അല്ലെങ്കിൽ 40 എന്ന് പറയുന്നത് 40, സലാസൂൻ 30. അപ്പം 40 ദിവസത്തേക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് തൂർ പർവ്വതത്തിലേക്ക് വരാൻ പറയാണ്. മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് പോവാണ് അല്ലെ, കാരണം അല്ലാഹു സുബ്ഹാനഹു തആല വരാൻ പറഞ്ഞതാണ്. ബനി ഇസ്രായേൽ നമുക്കറിയാം, അവര് അടിമപ്പെട്ട സമയമായിരുന്നു, അവർ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹി ഇസ്ലാമിനെ അയച്ച് അവരെ രക്ഷപ്പെടുത്തി, കടല് പിളർത്തി, അവരപ്പുറത്തെത്തി അല്ലെ, സീനാ താഴ്വരയിലെത്തി. നമ്മൾ കഴിഞ്ഞ മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കടൽ കടന്ന് അവരെത്തുന്നത് സീനാ താഴ്വരയിലാണ്. അതൊരു മരുഭൂപ്രദേശമാണ്. അങ്ങനെ അവരുടെ നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക്, പലസ്തീനിലേക്ക് തിരിച്ചു പോവാൻ നിൽക്കുകയാണ്. ഒരു ജനത കുറേ വർഷങ്ങളോളം അടിമപ്പെട്ടിരിക്കുമ്പോൾ, അവർക്ക് അവിടെ അടിമത്തത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് പഠിക്കാനും ഒന്നിനുമുള്ള ഒരു സാഹചര്യം ഇല്ലേ. അവർക്ക് ഒരു തരത്തിലുള്ള അറിവും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിലും മതം അവർക്ക് അറിയായിരുന്നെങ്കിൽ അത് ആ സമയത്തിനുള്ളിൽ അവർക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉണ്ടായിരുന്നതെല്ലാം അവർക്ക് എന്താണ്, അറിവ്, മതം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അവരെ ജസ്റ്റ് ഇവിടുന്ന് രക്ഷപ്പെടുത്തി അപ്പുറത്തെത്തിക്കാൻ മാത്രം വേണ്ടി വന്നതല്ല. മൂസ അലൈഹി ഇസ്ലാം അവരിലേക്ക് ഒരു നബിയായിട്ട് കൂടെ വന്നതാണ്. അവരൊരു പുതിയ തുടക്കം തുടങ്ങാൻ പോവാണ് അല്ലെ. അവര് നാട്ടിലേക്ക് ചെന്ന് സാധാരണ ആൾക്കാരെ പോലെ ഫ്രീ ആയിട്ടുള്ള ആളുകളായിട്ട് ജീവിക്കാൻ പോകുമ്പോൾ അവരുടെ മേല് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്ത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിദായത്തിനനുസരിച്ച്, അള്ളാഹുവിന്റെ മാർഗദർശനത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും ഈ മാർഗദർശനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും. അപ്പം ഈ ഒരു ഡ്യൂട്ടി ബാക്കിയുണ്ട് അല്ലെ. അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് എത്തിക്കുന്നതിന്റെ കൂടെ അവർക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് കാണിച്ചു കൊടുക്കുകയും വേണം, അത് അവര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല തൗറാത്ത് മൂസ അലൈഹി ഇസ്ലാം വഴി അവരിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല തൗറാത്ത് കൊടുക്കുന്നത്? മൗണ്ട് തൂറിലേക്ക്, തൂർ പർവ്വതത്തിലേക്ക് വരികയാണ്. ആദ്യം അത് 30 ദിവസമായിരുന്നു. 30 ദിവസത്തേക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല ചെല്ലാൻ പറഞ്ഞത്. ഇവര് കടല് കടന്ന് അവിടെ സീനാ താഴ്വരയിലെത്തി. മൂസ അലൈഹി ഇസ്ലാമിന് ഈ കൽപ്പന കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂസ അലൈഹി ഇസ്ലാം ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ അവരുടെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് തൂർ പർവ്വതത്തിലേക്ക് 30 ദിവസത്തേക്ക് പോവാണ്. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു 10 രാത്രിയും കൂടെ നീട്ടി അത് 40 ആക്കുകയാണ്. പക്ഷെ ഇവിടെ സീനാ താഴ്വരയിൽ എന്താ സംഭവിച്ചത്? മൂസ അലൈഹി ഇസ്ലാം 30 ദിവസത്തേക്കാണ് പോയത് അല്ലേ. 30 കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ അവന്റെ കാര്യം മറന്നേക്ക്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മളതായ ദൈവത്തിന് ഉണ്ടാക്കാം, നമുക്ക് നമ്മളേതായ ഒരു മതവും ഉണ്ടാക്കാം. എന്താണ്? നമുക്ക് നമ്മളുടേതായ ഇബാദത്തും ചെയ്യാം. അങ്ങനെ അവര് തീരുമാനിക്കുകയാണ് എന്ത്? നമുക്കൊരു വിഗ്രഹത്തിന് ഉണ്ടാക്കി അതിനെ അങ്ങ് ആരാധിക്കാം. സുമ്മത്തഖത്തുമുൽ ഇജ്ല. അങ്ങനെ നിങ്ങൾ എന്താക്കി? ഒരു പശുക്കുട്ടിയെ, അജ്ല എന്ന് പറഞ്ഞാൽ ഒരു പശുക്കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടി എന്നൊക്കെ പറയാം. നമുക്ക് അവരെന്താ ഈ പശുക്കുട്ടിയെ ദൈവമായിട്ട് സ്വീകരിച്ചു. ഇത്തഖദ ഹംസ ഹംസ ഖാ ദാൽ, നമുക്കറിയാം അഹദ എന്ന് പറഞ്ഞാൽ എടുക്കുക, ഇത്തഖദ എന്ന് പറഞ്ഞാൽ അത് അവര് സീരിയസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് അതിനെ എടുത്ത. എന്തിനെ? അൽ അജ്ല, എന്തിനെ? ഒരു പശുക്കുട്ടിയെ. അങ്ങനെ നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമായിട്ട് എടുക്കുകയും അതിനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്തു. അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പശുക്കുട്ടിയെ, അതും എന്തുകൊണ്ട്? സ്വർണം കൊണ്ട്. ഒരു സ്റ്റാച്ചു പശുക്കുട്ടിയുടെ അല്ലെ. ആരാണ് അവർക്ക് വേണ്ടി അത് ഉണ്ടാക്കി കൊടുത്തത്? അവരിൽ തന്നെയുള്ള സാമിരി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ ക്രാഫ്റ്റ് മാൻ ആയിരുന്നു. അവർക്ക് എല്ലാവിധ എന്താ പറയാ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് വർക്കിലും ഭയങ്കര പ്രാവീണ്യമുള്ള ആൾക്കാരാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈജിപ്തിലുള്ള മിക്ക സ്ട്രക്ചേഴ്സും മിക്ക ഹ്യൂജ് ബിൽഡിങ്ങുകളും അവരെ ഉണ്ടാക്കിയതാണ്. ഇന്ന് ബാക്കിയുള്ള പിരമിഡുകളും ഒക്കെ അവരുടെ ലേബറും അവരുടെ ഹാർഡ് വർക്കും അവരുടെ ആർട്ടിസ്റ്റിക് സ്കിൽസും ഒക്കെയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഈജിപ്തിലുള്ളത്. അപ്പൊ അവരിങ്ങനത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സിൽ ഭയങ്കര സ്കില്ലുള്ള ആളുകളായിരുന്നു. അപ്പം അവര് സ്വയം ഉണ്ടാക്കുകയാണ്. ഇനി അവരെന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? പല കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അവര് ഈജിപ്ത് വിട്ടു കഴിഞ്ഞപ്പം അവരുടെ കൂടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവര് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് പെടുന്ന ഒരു സാധനമാണ് സ്വർണം അല്ലേ. അപ്പൊ നമ്മളെടുത്ത് ആരെങ്കിലും വന്നിട്ട് 5 മിനിറ്റ് സമയമുള്ളൂ, പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം, ആരും വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ എടുക്കുക? നമ്മൾ അടുക്കളയിലെ പാത്രങ്ങളോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നുമല്ല നമ്മൾ എടുക്കുക അല്ലേ. നമ്മള് വളരെ അത്യാവശ്യമുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള സ്വർണം, പൈസ, ചിലപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അതും എടുക്കുകയായിരിക്കും. അപ്പം അവര് അവരുടെ കയ്യിലുള്ള സ്വർണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ഇവർക്ക് ഈ സ്വർണം കയ്യിൽ വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമാണ് അല്ലെ. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ, നമുക്കെന്നാ ഇതുകൊണ്ട് ഒരു വിഗ്രഹത്തിന് ഉണ്ടാക്കാം. അങ്ങനെ അവരൊരു വിഗ്രഹത്തിന് ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. സുമ്മത്തഖത്തുമുൽ അജ്ല, നിങ്ങൾ ആ പശുക്കുട്ടീനെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി എടുത്തു. മിൻ ബഅദിഹി, അതിനുശേഷം അവന് ശേഷം. ആർക്ക് ശേഷം? മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം. മൂസ അലൈഹി ഇസ്ലാം തൂർ മലയിലേക്ക് പോയതിന് ശേഷം. അൻതും വാലിമൂൻ, നിങ്ങള് അതിക്രമകാരികൾ തന്നെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അക്രമകാരികൾ തന്നെ. വാലിം, ദുൽമ എന്നുള്ള വാക്കിൽ നിന്നാണ്. ദ്വാദ് ലാം മീം, അനീതി ചെയ്യുക, അക്രമം ചെയ്യുക. നിങ്ങൾ അക്രമികളായ മനുഷ്യന്മാരായിരുന്നു, അനീതി ചെയ്ത ആൾക്കാരായിരുന്നു, നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്ക്യൂസും ഇല്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കരാണെന്ന് പറയാനേ പറ്റൂല. എങ്ങനെയാണ് അവരിവിടെ വാലിമാവുന്നത്? അവര് ഷിർക്ക ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമുക്കറിയാം ഇന്ന ഷിർക്ക ലദുൽമുൻ അദീം, ഏറ്റവും കൂടിയ ഏറ്റവും അധികരിച്ച അല്ലെങ്കിൽ വമ്പിച്ച ദുൽമ എന്ന് പറയുന്നത്, അതിക്രമം എന്ന് പറയുന്നത് ഷിർക്കാണ്. അൻതും വാലിമൂൻ,
ഇവിടെ ഒരു പിക്ചർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒരു ഗൂഗിൾ പിക്ക് മാത്രമാണ്. ഇത്തരത്തിൽ അവർ ഒരു പശുക്കുട്ടീനെ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കി അവര് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ഈ പശുക്കുട്ടീനെ അവരുണ്ടാക്കിയപ്പം ഈ ഉണ്ടാക്കിയ അയാളുടെ ഒരു പ്രത്യേക സ്കില്ല് വെച്ചിട്ട് എപ്പോ കാറ്റടിക്കുമ്പോഴും ഇതിന്റെ വായിൽ നിന്ന് ഒരു പ്രത്യേക സൗണ്ട് വരുമായിരുന്നു, ഒരു കാഹളം ഊതുന്ന പോലത്തെ ഒരു സൗണ്ട് വരുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവർക്ക് വാവ്, നമ്മളെ ദൈവത്തിന് പ്രത്യേക ശബ്ദവും ഉണ്ടാക്കാൻ പറ്റും, അപ്പൊ ഇത് തന്നെ നമ്മളെ ദൈവം. അങ്ങനെ അവര് ശിർക്ക് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അടുത്ത ആയത്ത്, ഇതിന്റെ ലെസൺ നമുക്ക് ഒന്നിച്ച് കാണാം. 52. തുമ്മ, പിന്നീട് അഫൗന അൻകും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നു. അഫൗന, ഐൻ ഫ വാവ്. അഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്നിനെ കംപ്ലീറ്റ് തുടച്ചു നീക്കുക, മയച്ചു കളയാം. അഫു എന്ന് പറഞ്ഞാല് പുറത്തു കൊടുക്കല്, ക്ഷമിച്ചു കൊടുക്കുക. അതായത് ഒരു തരത്തിലുള്ള ശിക്ഷയും ഇല്ലാത്ത രീതിയിൽ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും ഇല്ലാത്ത രീതിയിൽ അത് അയാളിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനാണ് അഫു എന്ന് പറയുന്നത്. അവര് തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് യാതൊരു ശിക്ഷയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെ അപ്പൊ തന്നെ അല്ലേ അവർ ചെയ്ത കാരണം അത്രയും വലിയൊരു അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഉടനെ അവർ ഈ പറഞ്ഞ ശിർക്ക് ചെയ്തു കഴിഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെ അപ്പൊ തന്നെ പണിഷ്മെന്റ് ഇറക്കിയിട്ടില്ല. പിന്നീട് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് തൗബ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പണിഷ്മെന്റും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചിട്ടില്ല, അവരെ ഉന്മൂലനാശനം ചെയ്തിട്ടില്ല. അഫൗന അൻകും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നു. മിംബഅദി ദാലിക, അതിനുശേഷവും അല്ലേ, നിങ്ങൾ ആ പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചതിന് ശേഷവും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നു. എന്തുകൊണ്ടാ? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ലഅല്ല എന്നുള്ള വാക്കിന് കാരണം എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി, ആ കാരണത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തതിനാണ്, അവര് തഷ്കുറൂനാവാൻ, നന്ദിയുള്ളവരാവാൻ വേണ്ടി. ബനി ഇസ്രായേൽ ഇത്രയും മോശമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എന്തിനാണ് സേവ് ചെയ്തത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ലായിരുന്നു അല്ലെ അവരുടെ മേലെ. നമുക്കറിയാം ഫദ്ൽ എന്ന് പറയുന്നത് ഒരാൾ അർഹിക്കുന്നതല്ല, അതിന്റെ മേലെ ഉള്ളതാണ് ഫദ്ല്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ഈ പശുക്കുട്ടീനെ ഇബാദത്ത് ചെയ്തിട്ടും ആരാധിക്കാൻ തുടങ്ങിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു. എന്തിനു വേണ്ടി അല്ലാഹു പുറത്തു കൊടുത്തത്? അവര് നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. ലഅല്ലകും തഷ്കുറൂൻ. തഷ്കുറൂൻ ശുക്ർ, ഷീൻ കാഫ് റാ. ശുക്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നന്ദി കാണിക്കുക. ആരെങ്കിലും ഒരാൾ ചെയ്തു തന്ന ഫേവറിന് പകരം നന്ദി കാണിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത്. ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന വേറൊരു വാക്കാണ് ഷക്കൂർ. ദാബത്തു ഷക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൃഗം, വളരെ നല്ല ഒരുപാട് പാല് കൊടുക്കുന്ന ഒരു കന്നുകാലി, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഹെൽത്ത് ഉള്ള ഒരു മൃഗത്തിനെയാണ് ദാബത്തു ഷക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആനിമലിനെ, അങ്ങനെയുള്ള ഒരു മൃഗത്തിനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഇതിന്റെ മുതലാളി അല്ലെങ്കിൽ ഇതിന്റെ ഓണർ അല്ലെ, ഈ പശുവിന്റെ അല്ലെങ്കിൽ ഈ കാളയുടെ ഓണർ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്, നല്ലോണം ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കാരണം അതിന് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല ഉഷാറുണ്ട് കാണാൻ, നല്ല പാല് ചേർത്തുന്നുണ്ട്, നല്ല ആവതുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ മുതലാളി ആള് അടിപൊളിയാണ്, നല്ലോണം ഇതിനെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കാറ് കാണാണ്, കാർ ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോഴേ വെട്ടിത്തിളങ്ങുക, ഒരു പൊടി പോലും ഇല്ല, 5 or 10 കൊല്ലം പഴക്കമുള്ള മോഡലായിരിക്കും, എന്നാൽ പോലും കാർ കാണുമ്പോൾ ഒരു സ്ക്രാച്ച് ഇല്ല, ഒരു ഡെന്റ് ഇല്ല, നല്ല ഭംഗി, നല്ല വൃത്തി തിളങ്ങുന്ന. അതിന്റെ ഉള്ളാണെങ്കിൽ ഭയങ്കര ക്ലീൻ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ ഓണർ ഈ കാറിനെ നല്ലോണം സ്നേഹിക്കുന്ന ഓണറാണ്, നല്ല രീതിയിൽ ഇതിനെ കെയർ ചെയ്യുന്നുണ്ട് ഈ കാറിനെ അല്ലേ. അപ്പം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കാറ് കാണുമ്പോൾ, അല്ലെ ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു കാറ് കാണുമ്പോൾ അത് അതിന്റെ മുതലാളിയുടെ നല്ല പെരുമാറ്റത്തെ, അല്ലെ മുതലാളിയുടെ ഗുണത്തെയാണ് കാണിക്കുന്നത്. ഒരു ആരോഗ്യമുള്ള ഒരു മൃഗത്തിനെ കാണുമ്പോൾ അതിന്റെ ഓണറിന്റെ നന്മയാണ് കാണിക്കുന്നത്. അപ്പൊ ശുക്ർ എന്ന് പറഞ്ഞാല് ആ ഒരു നന്ദി സൂചകമായിട്ട് സന്തോഷം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്ന ഫേവേഴ്സിന്റെ പേരിൽ നമ്മൾ സന്തോഷം കാണിക്കാം. പക്ഷെ നമ്മള് അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിൽ എപ്പോഴും വിഷമവും ഗ്ലൂമിനെസ്സും ദേഷ്യവും വെറുപ്പും അമാതിരി വർത്താനവും എല്ലാത്തിനും കുറ്റവും എല്ലാത്തിനെയും പരാതിയും പറഞ്ഞ് നമ്മളെ തന്നെ ശ്രദ്ധിക്കാണ്ട്, നമ്മളുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കാണ്ട്
നിൽക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ നമ്മൾ എന്താ പറയാതെ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് യാതൊരു വിധ അനുഗ്രഹവും തന്നിട്ടില്ല, എന്നെ അള്ളാഹു എടങ്ങേറാക്കിയിട്ടേ ഉള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാണ്ട്, നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കാണ്ട്, നമ്മളുടെ വൃത്തി ശ്രദ്ധിക്കാതെ, നമ്മളുടെ ഭംഗി ശ്രദ്ധിക്കാതെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ, നന്മകൾ ചെയ്യാതിരിക്കുക, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു തരത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹ് എനിക്ക് ഒരു ഫേവറും തന്നിട്ടില്ല, ഒരു നന്മയും എനിക്ക് തന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ നന്ദി എന്ന് പറയുന്നത് വെറും അൽഹംദുലില്ലാ പറയല് മാത്രമല്ല. ശുക്ർ എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു ലൈഫ് സ്റ്റൈലാണ്. ശുക്ർ ലൈഫ് സ്റ്റൈലാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് ശുക്ർ 3 രീതിയിലാണെന്ന് പറഞ്ഞത്. ഒന്ന് ശുക്ർ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള ശുക്ർ. അതാണ് ആ വ്യക്തിയുടെ വിശ്വാസം, അല്ലേ? യെസ്, തിരിച്ചറിവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം എനിക്ക് അള്ളാഹ് തന്നതാണ്, അൽഹംദുലില്ലാഹ്, എനിക്കുള്ളതെല്ലാം അള്ളാഹ് തന്നതാണെന്നുള്ള അവന്റെ ഹൃദയത്തിലുള്ള തിരിച്ചറിവ്, ആ അനുഗ്രഹത്തിനെ കുറിച്ചുള്ള ഹൃദയത്തിലുള്ള യഖീൻ, ഇത് അള്ളാഹുൽ നിന്നുള്ളതാണ്. അതെന്റെ ഒരു വിരലാണെങ്കിൽ പോലും, അല്ലെ? നമുക്കൊരു വിരൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? ഒരു വിരൽ കുറവായിരുന്നെങ്കിൽ എന്താ അവസ്ഥ? അപ്പം ഇതൊക്കെ എന്റെ റബ്ബിൽ നിന്നുള്ളതാണെന്നുള്ള ആ ഒരു യഖീൻ, അള്ളാഹു എന്നെ ഒഴിവാക്കിയിട്ടില്ല, മറന്നിട്ടില്ല എന്നുള്ള ആ ഒരു യഖീൻ, അതാണ് ഹൃദയത്തിന്റെ ശുക്ർ. അടുത്തത് ശുക്ർ നാവ് കൊണ്ട് പറയുന്നത്, അല്ലെ? നാവ് കൊണ്ട് നമ്മൾ പറയുന്ന അൽഹംദുലില്ലാഹ്. അതുപോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കുന്ന എല്ലാ വാക്കുകളും അത് നാവിന്റെ ശുക്രാണ്. പ്ലസ് നമ്മൾ ആളുകളുടെ കൂടെ ഇരിക്കുമ്പം, നമ്മൾ ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിനകത്ത് 8 മിനിറ്റ് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമാണ് പറയുന്നതെങ്കിൽ അവര് നാവ് കൊണ്ട് ശുക്ർ കാണിക്കുന്നവരല്ല. പകരം ആ സമയം അത്രയും അള്ളാഹുവിന്റെ കാരുണ്യങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ മേന്മകളെ കുറിച്ച്, അള്ളാഹുവിന്റെ മഹത്വത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അൽഹംദുലില്ലാഹ്, അവര് നാവ് കൊണ്ട് ശുക്ർ കാണിക്കുന്ന ആളുകളാണ്. പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല, അല്ലെ? അതൊരു ഗ്ലാസ്സില് പകുതി വെള്ളം ഉണ്ടെന്ന് വെക്കാം, അത് നമുക്ക് പകുതി എം ടി ആണെന്നും പറയാം, പകുതി ഫുള്ളാണെന്നും പറയാം, അല്ലെ? ആ ഗ്ലാസ് പകുതി സാധനം ഉണ്ടെന്നും പറയാം, പകുതി കാലിയാണെന്നും പറയാം. ശുക്രുള്ളവര് അതിനകത്ത് പകുതി ചായ ഉണ്ട് എന്നാ പറയാം. ശുക്ർ ഇല്ലാത്തവര് അത് പകുതിയുള്ളൂ, ബാക്കി കാലിയാണെന്നാ പറയാം, അല്ലെ? അപ്പൊ നന്മകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നവരാണ് നാവ് കൊണ്ട് ശുക്ർ ചെയ്യുന്നവർ. 3, ശുക്ർ നമ്മളുടെ ജവാരിഹ്, നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് ശുക്ർ കാണിക്കാം, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശുക്ർ കാണിക്കാം, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശുക്ർ കാണിക്കാം. അപ്പം അവൻ പറയാതെ പറയുന്നത് അൽഹംദുലില്ലാഹ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എന്റെ റബ്ബ് എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അള്ളാഹുവിന്റെ അടുത്ത്. അള്ളാഹു എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം കാരണം അള്ളാഹുവെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എന്നില് തൃപ്തനായിരിക്കണം, നീ എന്നെ കണ്ട് നിനക്കും സന്തോഷം വരണം, നിന്നെ ഞാൻ അനുസരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ശുക്ർ എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, അതിൽ ഹൃദയമുണ്ട്, നാവുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അത് ലൈഫ് സ്റ്റൈലാണ്, ആറ്റിറ്റ്യൂഡാണ്. ശുക്ർ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു, എന്താണ്? നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. കഴിഞ്ഞ 2 ആയത്തിലെ ലെസൺസ് നോക്കാം ഇൻഷാ അല്ലാഹ്. ثم عفونا عنكم من بعد ذلك لعلكم تشكرون, അല്ലേ? പൊതുവെ നമ്മൾ നന്ദി കാണിക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വീടും, നമുക്ക് കിട്ടിയ കാറും, നമ്മുടെ വസ്ത്രങ്ങളും, നമ്മുടെ കുടുംബവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ നമ്മൾ നന്ദി കാണിക്കുന്നവരാണ്, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത തിന്മകൾ പുറത്തു തന്നതിന് നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ? നമ്മൾ പാപമോചനം ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നുണ്ട്, അല്ലെ? അതിന് നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ? ആ ഒരു ഉറപ്പിന് തന്നെ, അല്ലെ? എന്തൊരു പ്രതീക്ഷയാണ് നമുക്ക് ജീവിതത്തിൽ ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അള്ളാഹു അങ്ങനെ ഉറപ്പായിട്ടും പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മളൊക്കെ കാണിച്ചു കൂട്ടിയത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിതത്തിൽ നമുക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടായിരുന്നു, അല്ലെ? നമുക്ക് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്നത് എന്താ? നമുക്ക് ചെയ്തു പോയിട്ടുണ്ട്, നമ്മൾ പലതും അറിയാതെ പോയിട്ടുണ്ട്, പക്ഷെ അള്ളാഹു പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമാണ്. സുമ്മ അഫൗന അൻകും, അല്ലേ? അപ്പൊ നമ്മൾ അതിന് നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് നന്ദി ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് കാരണങ്ങൾ കാണിച്ചു തരാ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു പുറത്തു തരും എന്നുള്ള വിശ്വാസം. അൽഹംദുലില്ലാ. ഇനി ഒന്നും വേണ്ട, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഒരു നമസ്കാരം തോന്നിയ പോലെ നിർവഹിച്ചു കഴിഞ്ഞിട്ട് സലാം വീട്ടുമ്പോ അപ്പൊ തന്നെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ച് ശിക്ഷിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയം തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇനിയും 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 നന്മ ചെയ്യാനും നമുക്ക് കറക്റ്റ് ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ എത്ര നന്ദി കാണിക്കണം. സുബ്ഹാനല്ലാഹ്. വേറൊരു ലെസൺ എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് 40 രാത്രികളിൽ അല്ലെങ്കിൽ 40 ഡേയ്സിന്റെ സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തിരിക്കുന്നത്. അള്ളാഹ്ക്ക് തൗറാത്ത് ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അവിടെ വന്നോ, ദാ ഇതെടുത്തോ, പോയിക്കോ. പക്ഷെ 30 ദിവസത്തേക്ക് വിളിച്ച് വീണ്ടും അതിൽ 10 ആഡ് ചെയ്ത് 40 ദിവസമാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് കൊടുത്തത് എന്തുകൊണ്ടാ? നമ്മളുടെ ദീനിന്റെ നോളജ് എന്ന് പറയുന്നത് മറ്റുള്ള ഇൽമു പോലെയല്ല. നമ്മൾ മാത്സിലോ ഫിസിക്സിലോ ഒരു ഇക്വേഷനും കുറച്ച് കോൺസെപ്റ്റ്സും ഒക്കെ മനസ്സിലാക്കി ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഫോർമുലയും ബൈഹാർട്ട് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന പോലെ അല്ല ദീൻ. ദീൻ എന്ന് പറയുന്നത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്ത് ലേൺ ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി മുന്നോട്ട് പോകാനുള്ളതല്ല. ഓ ഞാൻ അതൊക്കെ പഠിച്ച് ഞാൻ ആലിമായി എന്ന് പറയാനുള്ളതല്ല. അത് അബ്സോർബ് ചെയ്യണം, അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മളുടെ ജീവിതത്തിലേക്കാണ് അബ്സോർബ് ചെയ്യേണ്ടത്. നമ്മൾ ഹൃദയത്തിൽ മനസ്സിലാക്കി അവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടല്ല, നമ്മളുടെ ജീവിതത്തിൽ അതിനെ ഇന്റേണലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. എന്തെങ്കിലും ഒരു കാര്യം ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സമയം വേണം. ഇപ്പം ഈ ക്ലാസ് തന്നെ സുബ്ഹാനല്ലാഹ് നമുക്ക് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ദിവസം 10-15 ആയത്തുകളൊക്കെ എടുക്കാം അല്ലെ? ഒരു കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ 15 ആയത്തെടുത്ത് അതിന്റെ അർത്ഥം പറഞ്ഞ് ഇത് ഇന്നതാണ് ഇന്ന ആയത്ത് ഉദ്ദേശിക്കുന്നത്, ഇന്നതാണ് ഇന്ന ആയത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് പോവായിരുന്നു. അപ്പൊ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഒരു കോഴ്സ് തീർക്കാം അല്ലെ? 2 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഖുർആൻ തീർക്കാം. പക്ഷെ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കണ്ടല്ലേ ഇതിന്റെ മുകളിൽ? വളരെ കുറച്ച് ആയത്തുകൾ ഒരു ദിവസം എടുക്കുന്നുള്ളൂ, ഒരാഴ്ചയിലാകെ 2 ക്ലാസ് എടുക്കുന്നുള്ളൂ, ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആ ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് എവിടെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല അല്ലേ? ചിന്തിക്കാൻ പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും, ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ചൊവ്വാഴ്ചകളിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് റിഫ്ലക്ഷൻ വെക്കുന്നുണ്ട്. നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ട് സ്റ്റഡി സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട് സബ് ഗ്രൂപ്പുകളിൽ. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. എന്തിനാ? ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും തരുമോ? നമുക്ക് തഫ്സീർ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി ഇതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? നമ്മൾ എത്ര കോഴ്സുകൾ പലതും കാണുന്നുണ്ട്. നമ്മളൊരു കാര്യം പഠിക്കുന്നു, എക്സാം എഴുതുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, കോഴ്സ് കഴിഞ്ഞ്. പക്ഷേ നമുക്കിത് മനസ്സിലാക്കണം, നമ്മളെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ? നമ്മളിപ്പോ ഇന്നലെ അൽഹംദുലില്ലാ എത്രയാ ആളുകൾ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതില്ലേ? ഓരോരുത്തരും അവരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നലത്തെ ഓരോരുത്തരുടെ റിഫ്ലക്ഷൻ കേട്ടിട്ട് അൽഹംദുലില്ലാ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കുറെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ആ രീതിയിൽ നമ്മൾ അത് അബ്സോർബ് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പൊ ഇതൊരു മാത്സോ സയൻസോ പഠിക്കുന്നത് പോലെയല്ല, പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി മുന്നോട്ട് പോകുന്ന കാര്യമല്ല. സമയം വേണം അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എത്ര സമയം കൊണ്ടാ കൊടുത്തത്? 23 വർഷം. അള്ളാഹു അൽ ഖാദിർ ആണ് അല്ലെ? അള്ളാഹ്ക്ക് ഒരു ദിവസം മതിയായിരുന്നു ഖുർആൻ കൊടുക്കാൻ, അതിനേക്കാളും കുറവ് മതിയായിരുന്നു. പക്ഷെ 23 വർഷം എടുത്തു. എന്തിനാ? ഈ ദീൻ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ദീനാണ്. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാക്കണം, അതിന് സമയം വേണം. അപ്പം ഇതിൽ നിന്ന് നമ്മളിപ്പം എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ദീൻ പഠിക്കുന്നുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പലതും നമ്മളെ കൊണ്ട് ഇങ്ങോട്ട് ആവുന്നില്ല അല്ലേ? പലതും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സമയം എടുക്കുന്ന. നമ്മൾ അക്ഷമരാവണ്ട, സമയം കൊടുക്കുക. നമ്മൾ നമുക്ക് തന്നെ സമയം കൊടുക്കുക. സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്കൊന്നും ഇന്ന് സ്വിച്ച് ഇട്ടിട്ട് നാളെ ഇങ്ങോട്ട് ആവൂല. ഇന്ന് ഒരു കോഴ്സ് ചെയ്ത് നിസ്കാരത്തിനെ കുറിച്ച് വേണ്ട, ഇന്ന് വേണ്ട, ഒരു 3 മാസം എടുത്ത് ഞാൻ ഒരു കോഴ്സ് ചെയ്ത് 4-ാമത്തെ മാസം മുതൽ എന്റെ നമസ്കാരം പക്കയാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളാണ് നമ്മൾ. ഇതിന് സമയം വേണം. കാരണം നമസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പീക്കായിട്ടുള്ള കാര്യം, എല്ലാം നമ്മളുടെ എല്ലാ ചേഞ്ചും റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമസ്കാരം. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഹൃദയത്തിന്റെ, നമ്മളുടെ ജീവിതത്തിലെ ഓരോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന സ്ഥലമാണ് നമസ്കാരം.
അതിന് സമയമെടുക്കും. ക്ഷമ കാണിക്കുക, നമ്മൾ നമുക്ക് തന്നെ സമയം കൊടുക്കുക, മനസ്സിലാക്കാൻ, വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ, പഠിച്ചത് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ, പഠിച്ചത് സംസാരിക്കുമ്പോൾ വരുന്ന ചിന്ത, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചിന്ത, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ അത് ഫെയിൽ ആവും, എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, മിസ്സാകുമ്പോൾ തൗബ ചെയ്യുക, വീണ്ടും കൊണ്ടുവരിക. ഇതിന്റെ കീയെ എന്താണ്? ക്ഷമയോടുകൂടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, മരണം വരെയും പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ? പെട്ടെന്ന് കൊടുത്തിങ്ങോട്ട്, ഒരു ബുക്കാണല്ലേ, അതൊന്നും കൊടുത്തിങ്ങോട്ട് പോരായിരുന്നോ? പക്ഷെ ഇല്ല. വേറൊരു ലെസൺ എന്താന്ന് വെച്ചാല്, മൂസ അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂർ മലയിലേക്ക് വിളിക്കുകയാണ് അല്ലെ? ആളുകളുടെ ഡിസ്ട്രാക്ഷൻസ് കാരണം മൂസ അലൈഹി ഇസ്ലാമും ബനു ഇസ്രായേലും കൂടെ അവിടെ കടല് കടന്ന് സീന താഴ്വരയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കായിരുന്നു. അള്ളാഹ്ക്ക് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ലല്ലോ, എന്ത് വേണമെങ്കിലും അള്ളാഹ്ക്ക് ചെയ്യാലോ അല്ലെ? അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂർ മലയിലേക്ക് വിളിക്കുകയാണ്. എന്തിനാ? അതിന് കംപ്ലീറ്റ് ആയിട്ട് തൗറാത്ത് കൊടുക്കുന്ന ഒരു കാര്യത്തില് മൂസ അലൈഹി ഇസ്ലാമിന് ശരിക്കും ശ്രദ്ധ കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മൾ പഠിക്കുന്ന ദീൻ അല്ലെ, ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ അതിന് ഫോക്കസ് കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അല്ലെ, നമ്മളിപ്പോ ഒരു ദിവസത്തിൽ 24 മണിക്കൂറൊന്നും പഠിക്കുന്നുണ്ടാവില്ല. ഒരു ദിവസം നമ്മൾ എത്ര സമയം പഠിക്കാൻ എടുക്കുന്നോ, അത് കുറച്ച് സമയമാണെങ്കിലും എല്ലാ ദിവസവും ആ ഒരു കുറച്ച് സമയം നമ്മൾ ചുറ്റുപാടുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ അവിടെ തുറന്നു വെച്ച് ഇൻസ്റ്റാഗ്രാം ഇവിടുന്ന് പിങ് ചെയ്ത് ഇതാക്കുന്നുണ്ടാവും, നോട്ടിഫിക്കേഷൻ തരുന്നുണ്ടാവും, യൂട്യൂബ് അപ്പുറത്തുനിന്ന് നോട്ടിഫിക്കേഷൻ തരുന്നുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ച്, ചിലർക്ക് പറയാനുണ്ടാവും, ഇല്ല വീട് കുട്ടികള് ഫുൾ ടൈം ഒച്ചയാണ് വിളിയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനഹു തആലാക്ക് എളുപ്പാക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ചോദിക്കുക റബ്ബിന്റെ അടുത്ത്, എനിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഒരു സമയം വേണം. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ ദിവസം രാത്രി എടുത്താൽ മതി അല്ലെ? ആഴ്ചയിൽ 3.5 മണിക്കൂർ കിട്ടും. അരമണിക്കൂർ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ പോരെ നമുക്ക് ഒരാഴ്ചയിലുള്ള ആയത്തുകൾ മനസ്സിലാക്കാനും? ഫോക്കസ് ഉണ്ടെങ്കിൽ ആ ഒരു സമയം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, തഹജ്ജുദിന്റെ ഒക്കെ ഒരു സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പകൽ ഒരു 8 മണിക്കൂർ എടുക്കുന്നതിന് തുല്യ, അത്രയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടും നമുക്ക്. അപ്പം എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച്, എല്ലാ ആൾക്കാരെയും ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് റിഫ്ലക്ഷൻസ് നമുക്ക് അപ്പോൾ വരും. അപ്പം തൂർമലയിൽ മൂസ അലൈഹി ഇസ്ലാമിനെ മാത്രമാക്കിയിട്ട് ഒരാൾ പോലും കൂടെ ഇല്ലാതെ, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ പഠിപ്പിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. വേറൊരു ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ ബനി ഇസ്രായേലിന്റെ ഈ ഒരു ജാഹിലിയത്തിലെ അവരുടെ നന്ദികേട്, അവർ കാണിച്ച വിഡ്ഢിത്തം എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നു അല്ലെ? ബനി ഇസ്രായേലിനെ ഫിറഔന്റെ കയ്യിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി, കടലിനെ പിളർത്തി. അവരെന്താണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും അവരുണ്ടാക്കിയ ഒരു പ്രതിമയെ അവര് ആരാധിക്കാൻ തുടങ്ങി. ഒന്നുമില്ല, അത് ആകാശത്തു നിന്നും പൊട്ടി വീണ ഒരു സാധനം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഴിവ് കാണിച്ചിരുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവര് കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു പശുക്കുട്ടീനെ അവര് ആരാധിക്കാണ്, ഒരു പ്രത്യേകതയും ഇല്ലാത്ത. അത്രയ്ക്ക് വിഡ്ഢികളാണ് അവരല്ലേ? അവർക്ക് അത്രയും ഹിദായത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. ദീനിന്റെ ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗൈഡൻസ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അത്രയും മാനസികമായിട്ട് അവര് അടിമത്തം ഏറ്റുവാങ്ങിയ ആൾക്കാരായിരുന്നു ഈജിപ്ഷ്യൻസിന്റെ അടുത്ത്. കാരണം ഈജിപ്ഷ്യൻസ് അവര് ബഹുദൈവ വിശ്വാസികളായിരുന്നു, അവരിതുപോലെ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കാറുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് അല്ലേ, നമ്മളിങ്ങനെ ഭയങ്കര ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ആൾക്കാർ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷെ ആ അടിമത്തത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർ ഫ്രീ ആയ ഉടനെ അവർ ഈ ആരാധനയോടെ കണ്ട കാര്യം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അവരെ കൺട്രോൾ ചെയ്ത ഈജിപ്ഷ്യൻസ് അവര് ചെയ്തുകൊണ്ടിരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സുബ്ഹാനല്ലാഹ് ശിർക്ക് ചെയ്യാൻ വേണ്ടി ഇവർ കാത്തിരിക്കുകയായിരുന്നു. നമ്മളും പലപ്പോഴും അല്ലെ, ഒരു പക്ഷെ ശിർക്കായിരിക്കില്ല, പല കാര്യങ്ങളിലും ആരെങ്കിലൊക്കെ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരാ. അവർ ചെയ്യുന്ന സംഭവം അടിപൊളിയാണല്ലോ അല്ലെ, ഭയങ്കര കൂളാണല്ലോ, അതങ്ങ് കോപ്പി ചെയ്താലോ അല്ലെ? ഈജിപ്ഷ്യൻസ് ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നുണ്ട്, അവർക്ക് ഭയങ്കര ഇംപ്രഷൻ ആയിരുന്നു, അതേ കാര്യം ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. അതുപോലെ നമ്മളും പലപ്പോഴും ആളുകളെ ചിന്തിക്കാതെ ഫോളോ ചെയ്യാറുണ്ട് അല്ലെ? നമ്മുടെ സമൂഹത്തില് പല കാര്യങ്ങളും, ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ ഓരോരുത്തർക്കും ചിന്തിച്ചാൽ കിട്ടും. പല സെലിബ്രേഷൻസും
നമ്മളുടെ പല ചടങ്ങുകളും അല്ലേ, എവിടുന്നൊക്കെയോ ഉണ്ടായി, എവിടുന്നാ ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അതങ്ങനെ നമ്മളത് എവിടുന്നോ കണ്ട് പഠിച്ച് വന്നത് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നു. ഇനി അതല്ലെങ്കിൽ പുതിയത് എവിടുന്നൊക്കെയോ കണ്ട് പഠിച്ച് നമ്മൾ ചെയ്യുന്നു. അവരൊക്കെ ചെയ്യുന്നതല്ലേ, നമ്മളെങ്ങനെയാ ചെയ്യാതിരിക്കുക അല്ലെ? അങ്ങനെ ആയി മാറി നമ്മള്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല. നമുക്ക് ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആളുകൾ എന്താണോ ചെയ്യുന്നത്, ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ ചില പ്രത്യേക ഒക്കേഷനിൽ ചെല്ലുമ്പം അവിടെ ആൾക്കാരെല്ലാരും ഒന്നും ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് കവർ ചെയ്തിട്ടൊന്നല്ല പോണത് അല്ലെ. അവിടെ ലേശം കളർഫുൾ ആണ്. അപ്പൊ പിന്നെ എവിടെ അങ്ങനെയാ ഞാൻ അവിടെ ഈ കറുത്തതൊക്കെ ഇട്ട് ഫുള്ള് മൂടി പൊച്ച് പോണത്, നാണക്കേടല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷന് കൂടുമ്പം അവിടെ ഉള്ളവരൊന്നും നിസ്കരിക്കുന്നില്ല. സ്വന്തം കുടുംബത്തിലെ ഫംഗ്ഷൻസോ മാരേജസോ ഒക്കെ ആയിരിക്കില്ലേ, ഓരോന്നും നിസ്കരിക്കില്ല. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാണിത് സമയത്ത് പോയി നിസ്കരിക്കുന്നത്? അപ്പം നമ്മള് ആളുകളെ ഫോളോ ചെയ്യാണ് പലപ്പോഴും അല്ലെ. ചില സമയത്ത് ഈവൻ നമ്മളൊരു സമൂഹത്തിൽ ഒരു ആൾക്കാരെ കൂട്ടത്തിൽ വരുമ്പോൾ ഒരു ബാക്ക് ബൈറ്റിങ്, നമ്മളൊരു റീബ പറയുമ്പോഴും അവര് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു ഇതിലേക്ക് അങ്ങ് പുഷ് ആവുകയാണ്. അവര് പറയുമ്പോൾ ആന്നും പറഞ്ഞ് അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവാ. നമ്മളപ്പൊ ചിന്തിക്കുന്നില്ല ഈ ചെയ്യുന്നത് ശരിയോ തെറ്റോ. ഇത് നാളത്തെ നമ്മളുടെ ബോക്സിൽ എന്താണ്, നമ്മൾ 24 മണിക്കൂറിന്റെ ബോക്സിന്റെ കാര്യം പറഞ്ഞല്ലേ, അതിൽ തേളോ പഴുതാരയോ ആയിട്ട് എനിക്കിട്ട് തിരിച്ചു കുത്തുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മനസ്സ് ഉപയോഗിക്കാണ്ട് നമ്മൾ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫൂളിഷായിട്ട്, അറിവില്ലാത്തവരായിട്ട്. എന്തിനാ നമ്മൾ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം, മാറണം. സൂറത്ത് അറാഫില് 138 ആയത്തിൽ പറയുന്നുണ്ട്, വജാവസ്ന ബിബനി ഇസ്രാഈല അൽ ബഹ്റ ഫഅതൗ അലാ ഖൗം യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പാകെ ഭജനം ഇരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവർ ചെന്നെത്തി. അവര് ഈ കടല് കടത്തി പോകുമ്പം അവര് ആ പോണ വഴിക്ക് പ്രതിമകളുടെ മുമ്പിൽ ഭജനം ഇരുന്ന് ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പിനെ അവർ കാണുകയാണ്. ഫുൾ ടൈം അവര് നല്ല പോലെ വർഷിപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇവരിത് കണ്ടപ്പം അവര് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഖാലു യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, അവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണം. ഞങ്ങൾക്ക് ഒരു ദൈവത്തിനെ ഉണ്ടാക്കിക്കൊണ്ട്. അവർക്ക് എത്ര ദൈവങ്ങളാലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പറയും, ഖാല ഇന്നകും ഖൗമുൻ തജഹലൂൻ. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനവിഭാഗമാകുന്നു. അവരുടെ വിഡ്ഢിത്തമാണ് ഇവിടെ കാണുന്നത് അല്ലെ. അവര് ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്, അവര് ചെയ്യുന്നതൊക്കെ അവർക്ക് എന്തോ സംഭവമാണ്. മൂസ അലൈഹി ഇസ്ലാം തൂർ മലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് എന്താക്കി, ഒരു പശുക്കുട്ടീനെ ഉണ്ടാക്കി അവരങ്ങ് ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളുടെ മനസ്സ്, ചിന്ത, റീസണിങ് എപ്പോഴും ഉപയോഗിക്കണം. നമ്മൾ ചെയ്യുന്നത് ഒരു ലോജിക് ഇല്ലാണ്ട് എന്തൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യലായി പോകുന്നുണ്ടോ എന്നുള്ളത്. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്താണ്, കാരുണ്യത്തിന്റെ, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ ആ ഒരു വിശാലത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഇതുവരെ ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്ത ആളുകളാണ് ബനി ഇസ്രായേൽ അല്ലെ. കടല് പിളർത്തി രക്ഷപ്പെടുത്തിയ ആളുകളാണ്. ഒരു മനുഷ്യനും അലൽ ആലമീനാണ്, ഒരു ലോകത്തുള്ള ഒരു മനുഷ്യർക്കും കൊടുക്കാത്ത അത്ര വലിയ ഗിഫ്റ്റ് കൊടുത്ത അവര് ഒരു പശുക്കുട്ടീനെ എടുത്ത് ആരാധിക്കാൻ തുടങ്ങിയപ്പം അപ്പൊ തന്നെ ഇടി വെട്ടി മിന്നൽ അയച്ച് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിനിഷ് ചെയ്തിട്ടില്ല അല്ലെ. അള്ളാഹു സുമ്മ അഫൗന അൻകും. അതിനുശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു. അവരെ പിളർത്തി രക്ഷപ്പെടുത്തിയ അതേ കടൽ കൊണ്ട് അവരെ മുക്കി കൊന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു. സുമ്മ അഫൗന അൻകും. നമ്മുടെ റബ്ബ് സുബ്ഹാനല്ലാഹ് അത്രയും കാരുണ്യമുള്ളവരാണ്. അത്രയും നമ്മളോട് പറയാണ്, ഞാൻ പുറത്തു തരും, ഞാൻ പുറത്തു തരും, ഞാൻ പുറത്തു തരും. നമ്മള് പൊറുക്കലിനെ തേടുന്നുണ്ടോന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയുന്നുണ്ടോ, അത് നോട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മളുടെ ഹിസാബിന്റെ കാര്യം. ഹിസാബിന്റെ ബുക്ക് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ? നമ്മുടെ ഹിസാബിന്റെ ബുക്ക് ഡെയിലി എന്തൊക്കെയാണ് ചെയ്തത്, അതിന് ഞാൻ പാപമോചനം തേടിയോ, ഇസ്തിഗ്ഫാർ ചെയ്തോ, തൗബ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ തൗബ ചെയ്തോ, മാറാൻ ശ്രമിച്ചോ?
സ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, മാറാൻ പറ്റാത്തതിന് റബ്ബിന്റെ അടുത്ത് സബ്ർ കാണിച്ച് ദുആ ചെയ്തു. വീണ്ടും വീണ്ടും അത് ശ്രമിച്ചു നോക്കിയിട്ട് പറ്റാത്തതിന് റബ്ബിനോട് ദുആ ചെയ്തു. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞ് റബ്ബിന്റെ അടുത്ത് ചോദിച്ചു. നമ്മൾ ചിലത് നമ്മളെ മനസ്സിലൊക്കെ പാസിംഗ് തോട്ട്സ് ആയിട്ട് ഉണ്ടാവും അല്ലെ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എന്താണ് എനിക്ക് പറ്റാത്തതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് റബ്ബിന്റെ അടുത്ത് എടുത്ത് പറഞ്ഞ് ചോദിച്ച് ദുആ ചെയ്തു. നമ്മൾ ആ ഒരു ബോധമുള്ള ആൾക്കാരായി മാറിയോ? നമ്മൾ കൈയും നമ്മുടെ പ്രവർത്തനങ്ങളും ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളായിട്ട് മാറിയോ? അപ്പോഴേ നമുക്ക് നമ്മളെ ഹിസാബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് എന്തൊക്കെയോ ചെയ്തു പോകും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ള അമലുള്ള അള്ളാഹുവിന് തൃപ്തിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.